നമസ്തേ. ജന ഡിബേറ്റിലേക്ക് സ്വാഗതം. ജന ഡിബേറ്റിലെ പരാമർശത്തിന്മേലെടുത്ത കേസിൽ പി.സി. ജോർജ് റിമാൻഡിലായിരിക്കുകയാണ്. 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്ത് ഉത്തരവിട്ടത് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയാണ്. 53 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാവ്. 5 പതിറ്റാണ്ടിനിടയിലെ പൊതുജീവിതത്തിൽ ഒട്ടേറെ സുഹൃത്തുക്കളും അതിലുമപ്പുറം രാഷ്ട്രീയ ശത്രുക്കളും പി.സി. ജോർജിനുണ്ടായിട്ടുണ്ട്. ചാനൽ ചർച്ചയിൽ വലിയ പ്രകോപനത്തിന്റെ പുറത്ത് സാന്ദർഭികമായി പറഞ്ഞുപോയ കാര്യങ്ങളുടെ പേരിൽ പി.സി. ജോർജിനെ വെറുക്കപ്പെട്ടവൻ എന്ന് മുദ്രകുത്തപ്പെടുന്നതിൻ്റെ യഥാർത്ഥ ലക്ഷ്യമെന്താണ്? മാപ്പ് പറഞ്ഞിട്ടും ഈ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തണം എന്ന് ശഠിക്കുന്നവർ ആരാണ്? ഇവിടെയാണ് കേരളത്തിന് മഹാവിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ നിഗൂഢത വെളിച്ചത്ത് വരേണ്ടത്. ജന ഡിബേറ്റ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി പങ്കെടുക്കുന്നത് ബി.ജെ.പി. പ്രതിനിധി ബി. രാധാകൃഷ്ണ മേനോൻ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കെ. രാംകുമാർ, ഇടതുപക്ഷ നിരീക്ഷകൻ ഡോക്ടർ ബി. ജയരാജ്, എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റ് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ്. രാംകുമാർ സർ, ജനൻ ടി വി ചർച്ചയ്ക്കിടയിലാണ് ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങേയറ്റം പ്രകോപിതനായി മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി ഈ ചാനൽ ചർച്ചയിൽ സംസാരിക്കുകയാണ്. അദ്ദേഹത്തെ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിൽ, പി.സി. ജോർജിനെ അങ്ങേയറ്റം അപഹസിക്കുന്ന രീതിയിൽ വരെ അന്ന് പങ്കെടുത്ത മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധി പെരുമാറുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിൽ സാന്ദർഭികമായി പറഞ്ഞു പോയത് അതിര് കടന്നുവെന്നും ദേശസ്നേഹികളായ മുസ്ലിങ്ങൾ അവരെ ആരും ഉദ്ദേശിച്ചല്ല അത്തരത്തിലൊരു പരാമർശം നടത്തിയതെന്നും പി.സി. ജോർജ് പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. അദ്ദേഹം ഈ വിഷയത്തിൽ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു. ഈ കേസിൻ്റെ മെറിറ്റ് എന്താണ്? അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം 14 ദിവസം റിമാൻഡിലാണ്. ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി ICUവിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദവും ECGയിലെ വേരിയേഷനും മൂലമാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാർഡിയോളജി ICUവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതാണ് ഈ സാഹചര്യം. ഇങ്ങനെ പി.സി. ജോർജിൻ്റെ കാര്യത്തിൽ നിയമപരമായി ഈ കേസിനെ അങ്ങ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും നിർഭാഗ്യകരമായൊരു സംഭവം എന്ന് ഞാൻ ഇതിനെ വിശേഷിപ്പിക്കും. കാരണം നിങ്ങൾ ചർച്ചയ്ക്ക് ക്ഷണിച്ച ശേഷം ആ ചർച്ചയുടെ വീഡിയോ മുഴുവൻ ഞാൻ കാണുകയും കേൾക്കുകയുമുണ്ടായി. അത് വാസ്തവത്തിലൊരു രാഷ്ട്രീയ ചർച്ചയായിരുന്നു, മതചർച്ചയായിരുന്നില്ല. ശ്രീ പി.സി. ജോർജ് പരാമർശിച്ചത് മുഴുവനെ മുസ്ലിം ലീഗിനെ കുറിച്ചായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പുള്ള പശ്ചാത്തലവും അതിനുശേഷം മലപ്പുറം ജില്ലയിൽ നടക്കുന്ന ചില സംഭവങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഉണ്ടായാൽ നടക്കുന്ന സംഭവങ്ങളും, ഈ സംഭവങ്ങളിൽ ഒരു സ്ഥലത്തും തന്നെ ഏതെങ്കിലും മതത്തെ തരം താത്തുകയോ അല്ലെങ്കിൽ വിദ്വേഷപരമായി സംസാരിക്കുന്ന ഒരു ഭാഗവും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഒന്ന് ശരിയാണ്, ശ്രീ സാക്കീർ അങ്ങേയറ്റം പ്രകോപനപരമായി താൻ നിങ്ങൾ എന്നൊക്കെ പ്രായം ചേർന്നൊരു മനുഷ്യനെ വിളിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും പി.സി. ജോർജ് അല്പം അസ്വസ്ഥനായി. അതിന് മറുപടിയായി പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ വേണമെങ്കിൽ ഒരു സമുദായത്തിനെതിരാണെന്ന് വളച്ചൊടിച്ച് കേസെടുക്കാൻ ആ സാഹചര്യമാണ് ഇന്ന് പോലീസുകാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി ഞാൻ വായിച്ചു. അതിൽ ശ്രീ പി.സി. ജോർജ് പറഞ്ഞു എന്ന് പറയുന്ന പ്രസ്താവനകൾ വീഡിയോയിൽ കാണുന്നില്ല. ജനം ടി വി ചർച്ചയിൽ മുഴുവനെ ശ്രീ പി.സി. ജോർജ് മുസ്ലിങ്ങളെയല്ല മുസ്ലിം ലീഗിനെയാണ് വിമർശിച്ചത്. മുസ്ലിം ലീഗ് ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ കക്ഷിയാണ്. മുസ്ലിം എന്ന പേരുണ്ടെങ്കിലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏക മുസ്ലിം മതനാമധേയമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയെ വിമർശിക്കാൻ ഈ രാജ്യത്തെ പൊതുപ്രവർത്തകർക്ക് അവകാശമുണ്ട്. അതൊരിക്കലും ഒരു മതത്തിനെ വിമർശിക്കുന്നതായിട്ട് കാണാൻ പറ്റില്ല. അതല്ലാതെ തെറ്റ് ഉണ്ടെങ്കിൽ തിരുത്താം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ചർച്ച മുഴുവൻ കേട്ടു. ശ്രീ സാക്കീർ വളരെ പ്രകോപനപരമായി പറഞ്ഞതും മറുപടിയുടെ അടിസ്ഥാനത്തിൽ
അദ്ദേഹം നിരന്തരമായി മുസ്ലിം ലീഗിനെയും മുസ്ലിം ലീഗിൻ്റെ കാഴ്ചപ്പാടുകളെപ്പോഴും മുസ്ലിം ലീഗ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതും മതപരമായ വിഭജനം ഉണ്ടാക്കുന്നതും വാസ്തവത്തിൽ ദുഃഖത്തോടും വേദനയോടുകൂടിയാണ്. അല്പം പോലും വിദ്വേഷത്തോടു കൂടിയല്ല CPC ജോർജിൻ്റെ പരാമർശം. ഇത് ഇത്ര വലിയൊരു സംഭവം മാറ്റിയതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. കാരണം ഇതിലും പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ആലപ്പുഴയിൽ, കാസർഗോഡ്, പാലക്കാട് ഒക്കെ കേട്ടിട്ടുണ്ട്. അന്നൊന്നും കേസെടുക്കാത്ത പോലീസ് ഇത്ര ശുഷ്കാന്തിയോടുകൂടി ഒരു 30 കൊല്ലത്തെ പാരമ്പര്യമുള്ള ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിനെ വേട്ടയാടുന്നത് എന്തോ അജണ്ട വെച്ചിട്ടാണ്, എന്തോ ലക്ഷ്യം വെച്ചിട്ടാണ്. സ്ഥിരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് പോലീസ് പങ്കാളികളാവണം എന്ന് സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ നിർത്തില്ല. കാരണം കാര്യം ശരിയാണ്. CPC ജോർജ് വെട്ടിത്തുറഞ്ഞ് പല സംഭവങ്ങളും പറഞ്ഞു. അത് പലർക്കും അരോചകമായിരിക്കാം. പക്ഷേ അതിലൊന്നും വിദ്വേഷത്തിൻ്റെ ഒരു കണിക പോലും ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും വാക്കുകൾ അടർത്തിയെടുത്തുകൊണ്ട് ഏതെങ്കിലും സമുദായത്തെ ആക്ഷേപിക്കാൻ വേണമെങ്കിൽ വളച്ചൊടിക്കാം. പക്ഷേ അദ്ദേഹം വിമർശിച്ചത് മുഴുവനെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതിൻ്റെ പ്രതിനിധി പറഞ്ഞ അഭിപ്രായങ്ങളെ ഖണ്ഡിച്ചുകൊണ്ടുമാണ്. അതെങ്ങനെ മതവിദ്വേഷമാകുന്നത്? അപ്പം മതവിദ്വേഷം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ പോലീസ് ചാർജ് ചെയ്തത് യഥാർത്ഥ സംഗതികളെ കാണിച്ചുകൊണ്ടല്ല. ഇതിനൊക്കെ പുറമേ അഥവാ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നതെന്ന് മാന്യമായി അദ്ദേഹം കേസ് വരുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു. അതും കണക്കിലെടുക്കേണ്ടതല്ലേ. ഇവിടെ പ്രശ്നം അതൊന്നല്ല. 3 കൊല്ലത്തിൽ താഴെ ശിക്ഷിക്കാവുന്നൊരു കേസാണ്. 3 കൊല്ലത്തിൽ താഴെ ശിക്ഷിക്കാവുന്ന കേസുകളിൽ സാധാരണമായ രീതിയിൽ ജാമ്യം കൊടുക്കേണ്ടതാണ് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 1ലധികം കേസുകളും, അതും രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ, P. ചിദംബരം, മനീഷ് സിസോദിയ തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകളിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ആ തത്വമനുസരിച്ച് തീർച്ചയായും ശ്രീ PC ജോർജിന് ജാമ്യം അനുവദിക്കേണ്ടതായിരുന്നു. കോടതി ഉത്തരവിനെ ഞാൻ വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ കോടതികളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ആളാണ്. നിയമത്തിൻ്റെ വഴി ഈ രാജ്യത്ത് ഓരോ പൗരനും സ്വീകരിക്കണം എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. കോടതിക്ക് തെറ്റുപറ്റിയാൽ തിരുത്താം. ഉയർന്ന കോടതിയിൽ പോയി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താം. ആ വഴി CPC ജോർജും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകരും തിരഞ്ഞെടുക്കും എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ പോലീസിന് തെറ്റുപറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം CPC ജോർജ് പറയാത്ത വാക്കുകൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലും സ്റ്റേറ്റ്മെൻറ്റിലും റിമാൻഡ് റിപ്പോർട്ടിലും എഴുതി ചേർത്തു. ഇത് വേണ്ട മാതിരി ഊന്നലോടുകൂടി കോടതിയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നിർഭാഗ്യവശാൽ അനാരോഗ്യം കൊണ്ട് അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന് ജയിലിലാക്കണം. ജയിൽ അദ്ദേഹത്തിന് പുതുമയുള്ള സ്ഥലമൊന്നുമല്ല. ഈ ഇമ്പാച്ചി കാണിച്ചുകൊണ്ടൊന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിക്കുമ്പോൾ. പക്ഷേ ഇതിലുള്ള ഒരു അനീതി അത് ചൂണ്ടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതിലും പ്രകോപനപരമായി കേരളത്തിൽ സമാധാനപരമായി ജീവിക്കുന്ന വിവിധ സമുദായങ്ങളെ അങ്ങേയറ്റം വിദ്വേഷത്തിലേക്ക് പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാകുമ്പോൾ കണ്ണടച്ച പോലീസ് 10-30 കൊല്ലത്തെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു മുൻ MLA, അദ്ദേഹം ചീഫ് വിപ്പു ആയിരുന്നു. ആ മനുഷ്യനെ വേട്ടയാടുന്നത് കാണുമ്പോൾ അതിൽ അനീതി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ വയ്യ. യെസ്, അങ്ങ് പ്രാഥമികമായി പറഞ്ഞു വെക്കുന്നത് അതാണ്. അനീതിയാണ്, കടുത്ത അനീതിയാണ് PC ജോർജിന് മേൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് എത്താം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ B. ജയരാജിലേക്ക് എത്തേണ്ടതുണ്ട്. അഡ്വക്കേറ്റ് രാംകുമാർ പറഞ്ഞ ചില സംഗതികൾ പൊതുജന മധ്യത്തിലേക്ക് കൂടി കൊണ്ടുവരേണ്ടതുണ്ട്. ആ കേസുകളിലൊക്കെ എന്ത് നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടത് എന്നതുകൂടി പരിശോധിക്കുമ്പോൾ മാത്രമേ PC ജോർജിനോട് എത്രമേൽ കടുത്ത അനീതിയാണ് ഈ LDF സർക്കാർ, പിണറായിയുടെ പോലീസ് കൈക്കൊണ്ടത് എന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഇടതുപക്ഷ നിരീക്ഷകൻ ഡോക്ടർ B. ജയരാജിലേക്കാണ്. ഡോക്ടർ B. ജയരാജ്, ഞാനിപ്പോൾ ഒരു വീഡിയോ കാണിക്കാം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. കത്തിക്കോ
ഡോക്ടർ ബി ജയരാജ്, അങ്ങേക്ക് ഈ സംഭവം ഓർമ്മയുണ്ടോ? തീർച്ചയായും ഇത് നമ്മളിത് പറയുമ്പോൾ രണ്ട് സന്ദർഭങ്ങളാണ്. ഒന്നെന്ന് പറയുന്ന ഒരു മോബ് റിയാക്ഷനാണ്, മറ്റേത് വളരെയധികം 40 വർഷത്തോളം MLA ആയിരുന്ന വളരെ എന്താണ് അതിന് പറയുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ കമൻ്റാണ്. അത് എത്രമാത്രം പ്രകോപിതനായാലും ശ്രീ രാംകുമാർ സാർ ഞാൻ ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം അതവിടെ നിൽക്കട്ടെ. പി സി ജോർജിന്റെ കേസിലേക്ക് നമുക്ക് വരാം. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന എത്ര പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? അവർ പറയുന്ന പ്രകോപനപരമായ മുദ്രാവാക്യം എന്താണെന്ന് അറിയാമോ? അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും. യൂത്ത് ലീഗാണ്. യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ നടത്തിയ പ്രകടനത്തിനിടെ പറഞ്ഞ വാക്കുകൾ മുദ്രാവാക്യങ്ങളാണ്. ഇത് വളരെ കൃത്യമായി ഒരു പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ടായത്. ഹിന്ദു ജനതയാണ് ലക്ഷ്യം വെച്ചത്. അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കും എന്നൊക്കെ പറയുന്ന അങ്ങേയറ്റം പ്രകോപനപരമായ പ്രസംഗങ്ങൾ കേട്ട മണ്ണാണ് കേരളം. ഒരു എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയെ കൊണ്ട് ആലപ്പുഴയിൽ പറയിപ്പിച്ച മുദ്രാവാക്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതെന്താണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പറഞ്ഞ് തഴമ്പിച്ച ആ വാക്കുകളാണ്. അത് ഏതെല്ലാം മതവിഭാഗങ്ങൾക്കെതിരായിരുന്നു? ക്രൈസ്തവർക്കെതിരെയായിരുന്നു, ഹൈന്ദവർക്കെതിരെയായിരുന്നു. ഇത്തരം വലിയ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ നിൽക്കുമ്പോൾ ഈ സംഭവത്തിൽ, ഈ കാഞ്ഞങ്ങാട് സംഭവത്തിൽ ഒരു മുസ്ലിം ലീഗുകാരനെതിരെ പിണറായിയുടെ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അതിനകത്ത് ഒരു പ്രകടനം നടക്കുമ്പം ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ആണെങ്കിലും ശരി, വലതുപക്ഷത്തിൻ്റെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ആണെങ്കിലും പ്രകടനങ്ങൾ നടത്തുമ്പോൾ ഇതിനേക്കാളും കൂടുതൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ RSSൻ്റെ ഒരു പ്രകടനത്തിൽ വാളിൽ നിന്നാണ് രക്തമെടുത്ത് കുറിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യങ്ങൾ, അതല്ലെങ്കിൽ ഒരു തന്തയ്ക്ക് പിറന്നവനെങ്കിൽ നേരെ രൂപ വാടാന്ന് പറഞ്ഞിട്ട് തന്തയ്ക്ക് വിളിച്ചിട്ടുള്ള, തെറി വിളിച്ചിട്ടുള്ള, അസഭ്യ വർഷം നടത്തിയിട്ടുള്ള മുദ്രാവാക്യം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഡോക്ടർ ബി ജയരാജ്. ഇവിടെ ഇതിന് താങ്കൾക്ക് മറുപടി ഉണ്ടാകില്ല എന്ന്, കാരണം ആ കാര്യത്തിൽ ഒരു നിലപാടും നടപടിയും പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നോക്കൂ, പി സി ജോർജ് ഒരു ചാനൽ ചർച്ചയിൽ നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന്. അഡ്വക്കേറ്റ് രാംകുമാർ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചു. അങ്ങേയറ്റം പ്രകോപനപരമായി മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ വന്നിരുന്നു കൊണ്ട് അങ്ങേയറ്റം പ്രകോപനപരമായ രീതിയിൽ അദ്ദേഹത്തെ അസഭ്യം പറയുന്ന സാഹചര്യമുണ്ടായി. വളരെ കൃത്യമായി അതിന് മറുപടി ഉണ്ടാകും. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരു നാക്കുപിഴ സംഭവിച്ചു പോയി. അത് വളരെ കൃത്യമായി അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഇവിടുത്തെ ദേശസ്നേഹികളായ മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയതെന്ന് വളരെ കൃത്യമായി പറഞ്ഞു. അത് വേദനിപ്പിച്ചതിൽ മാപ്പ് ചോദിക്കുന്നതായും പറഞ്ഞു. സ്വാഭാവികമായും തീരേണ്ട ഒരു പ്രശ്നമാണ് ഇത് ആളിക്കത്തിക്കാൻ പിണറായിയുടെ പോലീസിനും ഇവിടുത്തെ ചില സംഘടിത വിഭാഗങ്ങൾക്കും എന്താണ് ഇത്ര ധൃതി ഉണ്ടായത്? നീലിമയുടെ ചോദ്യങ്ങൾ കഴിഞ്ഞെങ്കിൽ എനിക്ക് ഉത്തരം പറയാൻ സമയം കിട്ടുവാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അല്ലെങ്കിൽ നീലിമ ഇങ്ങനെ തുടരാൻ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയും ഞാനിവിടെ മിണ്ടാതിരിക്കുകയും ചെയ്യും. അതാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ ആയിക്കോളും. എനിക്ക് പറയാനുള്ളത് പറയാൻ പൂർണ്ണമായിട്ടും കേൾക്കണം. എന്നിട്ട് അത് കേട്ടിട്ട് മാത്രം ചോദ്യങ്ങൾ ചോദിക്കുക, അല്ല ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യരുത്. അത് ആദ്യമേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നീലിമയോട് പറഞ്ഞതാണ്. ഇത്തവണ ഞാൻ ഇതൊന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നീലിമയെ ഒരു ആങ്കർ എന്നുള്ള രീതിയിൽ എല്ലാ അർത്ഥത്തിലും ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പ്ലീസ് ഡോണ്ട് ഇൻ്റർഫിയർ. ഇതിനകത്ത് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെടുത്ത് കാണിച്ച 2 സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒരു മോബ് സിറ്റുവേഷനാണ്. അതൊരു വ്യക്തിയല്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആയിട്ട് 40 വർഷം ഒരു നിയമസഭയിൽ ഇരുന്ന ആളല്ല. രാംകുമാർ സാർ പറഞ്ഞ കണക്കല്ല ചീഫ് വിപ്പ് ആയിരുന്ന ആളല്ല. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു നാക്കുപിഴയല്ലല്ലോ വരുന്നത്. ഇത് എത്ര നാളുകളായിട്ട് തുടരുന്നതാണ്. 7 8 പ്രാവശ്യം. അവസാനം ഹൈക്കോടതി തന്നെ പറഞ്ഞു ഇനിയെങ്കിലും ശ്രദ്ധിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വെറുതെ വിട്ടത്. അതിനുശേഷം വീണ്ടും വന്നിരുന്നുകൊണ്ട് എല്ലാവരും വർഗീയവാദികളാണ്, മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ്, നിങ്ങൾ പാകിസ്ഥാനിൽ പോയിക്കോളൂ എന്നൊക്കെ പറയുന്ന
ഇതൊന്നും നമുക്ക് ഒരു കാരണവശാലും ഇന്ത്യയെ പോലുള്ളൊരു രാജ്യത്ത് അംഗീകരിക്കാനാവില്ല. അതല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമായിരിക്കും. അതിനെയൊന്നും ഞാൻ എതിർക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് എന്താ അഭിപ്രായം പറയാം. പക്ഷേ ഈ റിലീജിയസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു മഹാരാജ്യത്ത് അനേകായിരം മതങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലത്ത് എല്ലാ പരസ്പരം ബഹുമാനിക്കുന്ന ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമുദ്ര എന്നൊക്കെ നമ്മൾ എടുത്ത് എപ്പോഴും പറയാറുള്ളത്. അതിന് കളങ്കം വരുന്ന നമ്മുടെ ഒരു സെക്യുലർ ഫാബ്രിക്കിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവർത്തികൾ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കിയാൽ പോലും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളായിക്കോട്ടെ അതിനെ ഒന്ന് ന്യായീകരിക്കാൻ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിലീജിയസ് ഇൻടോളറൻസ് എന്ന് പറയുന്നത് അത് കൂട്ടക്കുരുതികളിലേക്കും വംശീയ എത്നിക് ക്ലെൻസിങ് എന്നൊക്കെ പറയുന്നുള്ള അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുപോകും. ചിലപ്പം ഒരു പരാമർശമാകും, അത് വേറൊരാളെ ഏറ്റെടുക്കുന്നത് ഏത് അർത്ഥത്തിലാണ് എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ഗുരു നിത്യേനേതി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 70 വയസ്സ് കഴിയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം മാനസിക സ്ഥിതി ശരിയാണോ എന്ന് പരിശോധിക്കണമെന്ന്. അങ്ങനെ പരിശോധിക്കേണ്ടുന്ന ഒരു സ്ഥിതിയല്ലേ PC ജോർജിൻ്റെ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ന്യായമായ സംശയം തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും കൂടി പരിശോധിക്കേണ്ടതില്ലേ ഡോക്ടർ ബി ജയരാജ്? അങ്ങനെ പറഞ്ഞു നോക്കുമ്പോൾ പരിശോധിക്കട്ടെ, എല്ലാവരുടെയും പരിശോധിക്കട്ടെ, പിണറായിയുടെയും നരേന്ദ്രമോദിയുടെയും പരിശോധിക്കട്ടെ. എന്തിനാണ് പിണറായി മാത്രം പറയുന്നത്? നരേന്ദ്രമോദിയെയും ഇവിടെയുള്ള 70 വയസ്സ് കഴിഞ്ഞ് എല്ലാ BJP-കാരുടെയും പരിശോധിക്കട്ടെ. അതൊന്നും ഒരു വിഷയമല്ല. ഇങ്ങനെ സ്ലിപ്പ് ഓഫ് ടങ് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായോ എന്ന് പരിശോധിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ ഇത്രയും അസഹിഷ്ണുതയായ പ്രസ്താവന ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു TV ചാനലിലൂടെ വന്നിരുന്നുണ്ട്. പറയുക എന്ന് പറയുന്നത് ഇസ്ലാമോഫോബിയ പരത്തുക, നേരത്തെ തന്നെ ലവ് ജിഹാദിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ, അത് മാത്രമല്ല ഇപ്പോൾ തന്നെ ഈ നമ്മുടെ ജോസ് കെ മാണിയുടെ ഭാര്യയെക്കുറിച്ചിട്ടുള്ള അസഭ്യ വർഷം, നേരത്തെ കുറേ ആളുകളെക്കുറിച്ച് ഇതുമാതിരിയുള്ള അസഭ്യ പരാമർശം, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള സംഭാഷണങ്ങൾ, ഫോൺ ചെയ്ത് ചീത്ത വിളിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഇതൊന്നും ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത് PC ജോർജിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ PC ജോർജിനെ ആരാണ് മൂക്കുകാരിടുന്നത് എന്നുള്ളതാണ് ചോദ്യം. 1 ജനുവരിയിലാണ് ഈ കേസ് ചാർജ് ചെയ്യുന്നത്. അതിനുശേഷം റിപ്പീറ്റഡ്ലി ലീഗ് പ്രവർത്തകർ ഈരാറ്റുപേട്ട സ്ഥലത്തേക്ക് മാർച്ച് നടത്തുകയും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ഇതിനെതിരെ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം വന്നപ്പോഴാണ് വി ആർ ഫോഴ്സ്ഡ് ടു ടേക്ക് ആക്ഷൻ ഓൺ ദാറ്റ്. അല്ലെങ്കിൽ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം, PC ജോർജ് അല്ലേ, PC ജോർജ് ഇതും പറയും ഇതിൻ്റെ അപ്പുറം പറയാൻ നമുക്ക് കളയാം. പക്ഷേ അത് ആളുകളെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നറിയണമെങ്കിൽ അവരോട് അത് ചോദിച്ച് മനസ്സിലാക്കണം. കാര്യം ഒന്നാമത് വളരെ വല്ലാത്ത ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഫ്രജൈലായിട്ടുള്ളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്ത്, രാജ്യം കടന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നിരുത്തരവാദമായ പ്രസ്താവനകൾ വലിയ ദോഷം ചെയ്യും. രാജ്യത്തിന്റെ സമഗ്രത അങ്ങൊന്ന് വിശദമാക്കാമോ? ആ ഫ്രജൈൽ സിറ്റുവേഷൻ ഒന്ന് വിശദമാക്കാമോ? കേരളത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ വേണം അതൊന്ന് പറഞ്ഞു വെക്കാൻ ഡോക്ടർ ബി ജയരാജ്. ദേശീയ പശ്ചാത്തലത്തിൽ എഴുതാം. നമുക്ക് മണിപ്പൂർ ഇഷ്യൂ, UP നടക്കുന്ന ഇഷ്യൂ, ഓരോ പള്ളികളും കുഴിച്ച് അവിടെയെല്ലാം ക്ഷേത്രങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇഷ്യൂസ്, ബാബറി മസ്ജിദ് പൊളിച്ചിടം തൊട്ട് ആ ഫ്രജൈൽ സിറ്റുവേഷൻ ഇന്ത്യൻ സെക്യുലർ സിസ്റ്റത്തിൽ തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ കണക്കൂട്ടുന്നത്. ഞാൻ വായിച്ചിട്ടുള്ള എനിക്കുള്ള അറിവുകളും വെച്ച് പരിമിതമായ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അവിടെയാണ് ശരിക്കും ഈ ഡിവിഷൻ ആരംഭിച്ചത്. അതിനു മുമ്പ് കണ്ടിട്ടുള്ള നമ്മൾ വിഭജന കാലത്ത് മാത്രമായിരുന്നു ഇത്തരമൊരു ഡിവിഷൻ. അത്തരം ഡിവിഷനെയൊക്കെ ആക്കംകൊണ്ട രീതിയിൽ നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടെ ടോളറൻ്റ് ആയിക്കൂടാ? സെമിറ്റിക് മതങ്ങൾ, ഏകമത വിശ്വാസികള് തൃത്താലയിൽ നടന്ന സംഭവം അങ്ങ് അറിഞ്ഞിരുന്നോ? തൃത്താലയിൽ ഉറൂസിനോടനുബന്ധമായി ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എഴുന്നള്ളിച്ചുകൊണ്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ദൃശ്യങ്ങൾ അങ്ങ് മറന്നുപോയോ? അതാരെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്? അവിടെ കൂടിയ കൊച്ചു കുഞ്ഞുങ്ങളുടെ കയ്യിൽ പോലും ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് അവർ ആരാധനയോടെ ഒരു വലിയ ജനക്കൂട്ടം ഇവിടെ പ്രകടനം നടത്തുന്നത് നമ്മൾ കേരളീയർ കണ്ടതാണ്. അതിൽ നിങ്ങൾക്ക് വിഷമമില്ലേ? നമ്മൾ ഹമാസ് ഭീകരരെന്ന് പറയുന്നു. പക്ഷേ അവരുടെ രാജ്യത്തിൽ ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റാണ് ഹമാസ് ഉള്ളത്. ഹമാസിൽ ഭീകരപ്രവർത്തകരുണ്ടാകാം എന്നും പറഞ്ഞിട്ട് എല്ലാ ഹമാസുകാരും ഭീകരരാണെന്ന് മുദ്രകുത്താൻ പാടില്ല. ഹമാസ് നേരത്തെ പറഞ്ഞത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടവരൊന്നുമല്ല. പലസ്തീനോട് ഐക്യദാർഢ്യമാകാം, പക്ഷേ ഹമാസിനോട് അത് പറ്റുമോ? ഹമാസ് തീവ്രവാദികൾ എന്ന് പറയുന്നത് വേറെ വിഭാഗമാണ്.
ഹമാസിനെ തെരഞ്ഞെടുത്തത് അവിടുത്തെ ഗവൺമെൻറ്, എലക്റ്റഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത് ഹമാസിൻ്റെയാണ്. അതും ഭീകരവാദം. ഇപ്പോൾ ഇസ്രായേലിൻ്റെ ചാരസംഘടനയാണ് മൊസാദ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ് ഇസ്രായേലുകാർ മൊത്തം മൊസാദുക്കളാണ് നമ്മൾ പറയുമോ? ഇസ്രായേലി മൊസാദുകൾ എന്ന് നമ്മൾ പറയാത്തത് എന്തുകൊണ്ടാണ്? അത് ഭീകര സംഘടന വേറെയാണ്, അവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനസമൂഹം വേറെയാണ്. അതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് കാണാൻ പാടില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് നീലിമ നേരത്തെ ഈ ചർച്ച മൊസാദ് എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഔദ്യോഗിക സംവിധാനമാണ് ഡോക്ടർ ബി ജയരാജ്. പലസ്തീന്റെ ഔദ്യോഗിക സംവിധാനമല്ല ഹമാസ്. അതുപോട്ടെ നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഈ ചാനൽ ചർച്ചയിൽ ജന ഡിബേറ്റിന്റെ ഇടയിലാണല്ലോ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വളരെ കൃത്യമായി അവിടെ ലീഗിന്റെ പ്രതിനിധി ചില പ്രകോപനങ്ങൾ, അങ്ങേയറ്റം പ്രകോപനപരമായ കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ ഒരു ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ സംഭവിച്ചു. അതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞു. ഒരുപക്ഷെ അവിടെ തീരേണ്ടിയിരുന്ന ഒരു പ്രശ്നം ഇത്രമേൽ വഷളാക്കിയത് ആരെന്നാണ് ഞാൻ ചോദിച്ചത്. അതിൻ്റെ പ്രീവിയസ് ഇൻസിഡൻസ് എടുത്ത് പരിശോധിച്ചാൽ മതി. ഇത് ആദ്യമായിട്ടല്ലല്ലോ നാക്കുപിഴ സംഭവിക്കുന്നത്. ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇപ്പോൾ 7-8 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്ഥിരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ലാസ്റ്റ് പോലീസ് ഇടപെടൽ എന്നുള്ള രീതിയിലേക്കൊക്കെ പോകുന്നത്. അതിന് കേസായിട്ട് വന്നു കഴിഞ്ഞാൽ FIR ഇട്ട് കേസ് അന്വേഷിച്ചേ പറ്റത്തുള്ളൂ. അത് കോടതിയിൽ പോയി അങ്ങനെ മോചിതനായി വരിക എന്നുള്ളത് ഇപ്പോൾ എന്തായാലും സുഖമില്ലാതെ ദേഹാസ്വാസ്ഥ്യത്തിനെ കുറിച്ച് ICUയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടെ സ്വയം വിലയിരുത്താനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടും എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ഈ വിദ്വേഷ പരാമർശങ്ങൾ എവിടെ കൊണ്ട് നമ്മളെ എത്തിക്കും? ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം വിദ്വേഷ പരാമർശങ്ങൾ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ പോക്ക് എങ്ങോട്ടായിരിക്കും? അതൊക്കെ നമ്മളൊന്ന് പരിശോധിച്ചാൽ മാത്രം മതി. ഭാരതം എന്ന് പറഞ്ഞ സങ്കല്പം ഒന്നായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇത്തരത്തിലുള്ള വിദ്വേഷ പരാമർശം വി ഷുഡ് പ്രാക്ടീസ് ടോളറൻസ്. ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ആകെ സത്യം. മറ്റുള്ളവരുടെ വാക്കുകൾ സംഗീതം പോലെ ശ്രവിക്കുന്ന ഒരു കാലം ഉണ്ടാകുന്ന കാലമാണ് ഇവിടെ സമാധാനവും സന്തോഷവും പുലരത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു മതത്തിൽ മാത്രം വിശ്വസിക്കുന്നതിന് മാത്രമായി കഴിഞ്ഞാൽ ഇവിടെ എന്തായാലും സമാധാനം സന്തോഷം ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ നോൺ മുസ്ലിംസ് പ്രതിസ്ഥാനത്ത് വന്നാൽ മാത്രമേ ഇവിടുത്തെ ഇൻടോളറൻസ് ഉണ്ടാകാതിരിക്കുകയുള്ളൂ? അസഹിഷ്ണുത എന്ന് പറയുന്നത് നോൺ മുസ്ലിംസ് പറയുമ്പോൾ മാത്രമാണോ? ഈ പറയുന്നത് പോലെ കാഞ്ഞങ്ങാടൊക്കെ ഉണ്ടായ പ്രകോപനപരമായ മുദ്രാവാക്യത്തിന്മേൽ ഒരു നടപടിയുമില്ല. തൃത്താലയിൽ ഈ ഹമാസിന്റെ ഭീകരരെ എഴുന്നള്ളിച്ചുകൊണ്ട് ഇവിടെ റാലി സംഘടിപ്പിക്കുകയാണ്. ഇവിടെ ഹമാസിന്റെ ഔദ്യോഗിക വക്താക്കൾ ഇവിടെ വന്ന് വളരെ കൃത്യമായി വെർച്വൽ റാലിയിൽ പങ്കെടുക്കുന്നു. അപ്പോൾ ഈ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നത് ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണോ എന്നതാണ് എൻ്റെ ചോദ്യം. അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ്. രാംകുമാർ സർ, ഈ PC ജോർജിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ 153A വകുപ്പ് അനുസരിച്ചാണ് ഇത്തരത്തിൽ PC ജോർജിനെതിരെ കേസെടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ പരിമിതമായ ഒരു അറിവ് വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ PC ജോർജ് ഇങ്ങനെ പറഞ്ഞതിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു ഇൻറ്റൻഷൻ നമുക്ക് കാണാൻ കഴിയുമോ? ഏതെങ്കിലും മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഒരു ഇൻറ്റൻഷൻ അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളിൽ അങ്ങ് ഈ ചർച്ച ഉടനീളം കണ്ടതാണ്. മാത്രമല്ല കോടതി നടപടികൾ കൃത്യമായി അറിയാവുന്ന ആളുമാണ്. ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇങ്ങനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്നതായി അങ്ങേക്ക് തോന്നിയോ? അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു രാഷ്ട്രീയ ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു. ആ രാഷ്ട്രീയ ചർച്ചയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ നിശിതമായി അദ്ദേഹം വിമർശിച്ചു. അവർ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വാദിച്ചവരാണെന്നുള്ള ചരിത്ര സത്യം, ലീഗുകാർ പോലും നിഷേധിക്കാത്ത സത്യം അദ്ദേഹം ഏറ്റു പറഞ്ഞു. ആ കൂട്ടത്തിൽ ഇവിടെ നടക്കുന്ന മറ്റ് ചില അനാശാസ്യമായ പ്രവണതകൾ, ഉദാഹരണത്തിന് ഇന്ത്യയും പാകിസ്ഥാനും കളിക്കുമ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി ആൾക്കൂട്ടം പെരുമാറുക തുടങ്ങിയൊക്കെ, ഇതെങ്ങനെ മതവിദ്വേഷമാവുന്നത്? ഒരു മത്സരം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കായിക മത്സരമാണെങ്കിൽ കായിക മത്സര താല്പര്യത്തിലുള്ള ആളുകൾ 2 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് അവർക്കിഷ്ടപ്പെടുന്ന ടീമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന, അതെങ്ങനെ മതവിദ്വേഷമാവുന്നത്? അപ്പോൾ പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞാൽ മതവിദ്വേഷമായി, ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ മതവിദ്വേഷമായി,
ലഹരി ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ മതവിദ്വേഷമായി. എന്ത് ന്യായമാണ് ഇതിനുള്ളത്? പാലയിലെ ബിഷപ്പ് ലൗഹ്വാദിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം വർഗീയവാദിയാണെന്ന് പറഞ്ഞു. ലൗഹ്വാദ് ചെയ്യുന്നവർക്ക് വർഗീയമില്ല, ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയുന്നവർക്ക് വർഗീയം. ഈ ഇരട്ടത്താപ്പാണ് വാസ്തവത്തിൽ ഇവിടെ നിലനിൽക്കുന്നു എന്ന് പറയുന്ന വർഗീയതയേക്കാൾ എൻ്റെ വിനീത അഭിപ്രായത്തിൽ അപകടം. ഈ എടപ്പുരോ ഞങ്ങൾ വലിയ പുരോഗമനക്കാരാണെന്ന് നടിക്കുന്ന ആളുകൾ ഏതാനും വോട്ടുകൾക്ക് വേണ്ടി പ്രീണനം നടത്തി ഇവിടുത്തെ മതേതര സ്ഥിതികളെ അപകടപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഡോക്ടർ ജയരാജൻ്റെ സംസാരം നോക്കൂ. ഇവിടെ സനാതനധർമ്മം കുഴിച്ചു മൂടലാണെന്ന് പറഞ്ഞാൽ പുരോഗമനമായി. ഹിന്ദു സ്ത്രീകൾ ഹിന്ദു സ്ത്രീകൾ ക്ഷേത്രത്തിൽ പോണ വ്യഭിചാരത്തിനാണെന്ന് പറഞ്ഞാൽ പുരോഗമനമായി. പർദ്ദ എന്ന് പറഞ്ഞ കവിത കിട്ടിയാൽ വർഗീയമായി. ഈ ഇരട്ടത്താപ്പാണ് ഈ കപടം മതേതരവാദികളുടെയും കപടം പുരോഗമനവാദികളുടെയും ഇരട്ടത്താപ്പാണ് പൊതുപ്രവർത്തകർ ജനങ്ങൾക്ക് മുമ്പാകെ തുറന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത് ബോധ്യം വന്നിട്ടുണ്ട്. ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന അതിന് വേറെയും ആക്കുകളുണ്ട്. ആരും മതവിദ്വേഷമാണെന്ന് പറഞ്ഞില്ലല്ലോ. ലോക സമസ്ത സുഖിനോ ഭവന്തു ഒരു മതത്തിൻ്റെ മതപുസ്തകത്തിലെ ഒരു വാക്യമാണ്. അതിനെ വിമർശിപ്പോൾ ആ മതവിദ്വേഷമാണെന്ന് പറഞ്ഞ് ആരും കേസെടുത്തില്ലല്ലോ. അപ്പം ചുരുക്കത്തിൽ ഭൂരിപക്ഷ സമുദായം എന്താവും സഹിച്ചുകൊണ്ട് അതിന്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടറി ഉള്ള നാടാണ് കേരളം. അവിടെയും ഒരു പ്രശ്നമുണ്ടാകുന്നില്ല ആർക്കും. അതാണ് ഞാൻ പറയണത്. ഇതാണ് വാസ്തവത്തിൽ ഈ കപട മതേതരത്തെയാണ് യഥാർത്ഥ മതേതരവാദികൾ എതിർക്കേണ്ടത്. ഈ കപട മതേതരത്വമാണ് ഈ രാജ്യത്തെ നശിപ്പിക്കുന്നത്. മതവിദ്വേഷത്തെക്കാൾ കൂടുതൽ എൻ്റെ വിനീത അഭിപ്രായത്തിൽ ഈ കപട മതേതരത്വം ആകസ്മികമായിട്ട് വരുന്നതല്ല, സംഘടിതമായിട്ട് വരുന്നതാണ്. ഏതാനും വോട്ടുകൾക്ക് വേണ്ടിയാണ്. ഒരു പ്രത്യേക സമുദായത്തെ അപലപിച്ചാൽ മറ്റൊരു സംഘടിത സമുദായത്തിൻ്റെ വോട്ടുകൾ കിട്ടും എന്ന ധാരണയിലാണ് ഈ ആക്രമണങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഈ ആക്രമിക്കപ്പെടുന്ന സമൂഹം സഹിഷ്ണുതയുള്ളവരാണ്, അങ്ങേയറ്റത്തെ ക്ഷമാശീലമുള്ളവരാണ്. പക്ഷെ അത് ഒരു ബലഹീനതയായി കണ്ടുകൊണ്ട് അവരുടെ മേൽ കുതിര കയറാനുള്ള ഈ പ്രവണതയാണെന്ന് കാണുന്നത്. ഇതാണ് ആദ്യം അവസാനിപ്പിക്കേണ്ടത്. ഈ കപട മതേതരത്വം തുറന്ന് കാണിക്കേണ്ട സമയം അതിക്രമിക്കുന്നു. നിർഭാഗ്യവശാൽ ഇവിടെ പ്രവർത്തിക്കുന്ന പല പൊതുസംഘടനകളും അതിന് തുനിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ വേവലാതി. ചെയ്യേണ്ടത് അതാണ്. ഈ ഞാൻ അങ്ങയിലേക്ക് വരാം സർ, ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് പറഞ്ഞു നിർത്തുന്നത് കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ്. ആ രാഷ്ട്രീയ സ്ഥിതിവിശേഷത്തിലേക്കാണ് നമ്മൾ ഇനി പോകേണ്ടത്. BJP പ്രതിനിധി B. രാധാകൃഷ്ണ മേനോൻ ചേരുന്നുണ്ട്. ക്ഷമിക്കണം സർ, ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങയിലേക്ക് എത്താനായി. ഒരു ചാനൽ ചർച്ചയിൽ ലീഗ് നേതാവിനോട് മുസ്ലിങ്ങളൊക്കെ തീവ്ര മനസ്കർ ആണ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനാണ് ഇപ്പോൾ PC ജോർജിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പാകിസ്ഥാൻ ജയിക്കുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം മലപ്പുറത്തുണ്ട്. നമ്മൾ ദൃശ്യങ്ങൾ സഹിതം നമ്മുടെ പൊതുജന മധ്യത്തിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അത് കൃത്യമായി തുറന്നു പറഞ്ഞതാണ് PC ജോർജ് ഇത്തരത്തിൽ വെറുക്കപ്പെട്ടവനാകുന്നത്. രാജ്യം വിഭജിക്കാൻ കൂട്ടുനിന്നവർ എന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വിമർശിക്കുമ്പോൾ ആണ് PC ജോർജ് വീണ്ടും വെറുക്കപ്പെട്ടവനാകുന്നത്, ജയിലഴിക്കുള്ളിലാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത്. ഈ നാട് എങ്ങോട്ടേക്കാണ് സർ പോകുന്നത്? 4 വോട്ടിന് വേണ്ടി ഇവിടത്തെ സെക്യുലർ ഫാബ്രിക്കിനെ മുഴുവൻ തച്ചുടച്ചുകൊണ്ട് ഒരു വിഭാഗത്തിനെതിരെ മാത്രം ശബ്ദം ഉയരുമ്പോൾ അവരെ നിഷ്കാസനം ചെയ്യാനുള്ള പ്രവണത, ഇത് കേരളത്തെ എവിടേക്കാണ് കൊണ്ടുചെന്നെത്തിക്കുന്നത്? കേരളത്തിൽ കഴിഞ്ഞ 2 ദശാബ്ദക്കാലമായി അല്ലെങ്കിൽ ഒരു 2.5 ദശാബ്ദക്കാലമായി സമാരംഭിച്ചിട്ടുള്ള ഒരു പ്രത്യേക പ്രവണതയുടെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇവിടുത്തെ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ ഇരു മുന്നണികളും ഇപ്പോ അവര് ഒരുമിച്ച് വരുമ്പോ ഇന്ത്യ മുന്നണി എന്ന് വേണമെങ്കിൽ അവരെ പറയാമെന്നു. അവരൊരുമിച്ച് കേരളത്തെ സംബന്ധിച്ച് ആ ഇന്ത്യ മുന്നണി പരസ്പരം മത്സരിക്കുമ്പോഴും അവര് ഒരുമിച്ച് നിലപാടെടുത്ത ചില വിഷയങ്ങളുണ്ട്.
ഇപ്പൊ കേരള നിയമസഭയിൽ അബ്ദുൾ നാസർ മദനിയെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കി. അത് കോൺഗ്രസും CPM-ഉം എല്ലാം ഒരേ അഭിപ്രായക്കാരായിരുന്നു അക്കാര്യത്തിൽ. അപ്പൊ ഇതേപോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും യോജിക്കാവുന്നത് എവിടെ എന്ന് ആലോചിച്ച് അല്ലെങ്കിൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ കൃത്യമായി അവര് കാലങ്ങളായി യോജിക്കുന്ന മേഖല ഒരു പ്രത്യേക മതവിഭാഗത്തെ അവഗണിക്കുകയും ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് കേരളത്തിലുള്ളത്. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പൊ PC ജോർജിന്റെ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെങ്കിലും അദ്ദേഹം ഇതിന്റെ അപ്പുറവും ഇപ്പുറവും കണ്ടയാണ്. രണ്ട് ഭാഗവും കൃത്യമായി മനസ്സിലായി. 50 വർഷത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിചയം പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഇതിന്റെ ഗുണവും എല്ലാ വശവും മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ഇന്ന് BJP ആയി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പേരിൽ ഇവർക്കുള്ള ആരോപണം. അദ്ദേഹം BJP ആയതുകൊണ്ട് അദ്ദേഹത്തെ ഭാവി രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഒഴിവാക്കാനുള്ള കൃത്യമായ അജണ്ടയാണ് ഈ ഒരു അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തെ ആക്രമിക്കാനും അദ്ദേഹത്തെ ആക്ഷേപിക്കാനും അല്ലെങ്കിൽ ആ രീതിയിലുള്ള നിരന്തരമായ പ്രചരണത്തിന് വേദിയാക്കി മാറ്റിക്കൊണ്ട് ഒരു അജണ്ട നടപ്പാക്കുകയാണ് ഇന്നിവിടുത്തെ ഇടത് വലത് മുന്നണികൾ. പ്രത്യേകിച്ച് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് നേതൃത്വം കൊടുക്കുന്നു. ലീഗ് ഏതാണ്ട് ഈ ഇപ്പുറത്തെ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അപ്പുറത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ലീഗും ഒരേ നിലപാടെടുത്തുകൊണ്ട് UDF-ഉം LDF-ഉം ഒരേ നിലപാടെടുത്തുകൊണ്ട് ഈ വിഷയത്തെ സമീപിച്ചിരിക്കുന്നു. അതാണ് കേരളത്തിൽ ഈ വിഷയത്തിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയം. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് ലീഗ് കൃത്യമായിട്ട് രൂപപ്പെട്ട കാലം മുതൽ പേരിന്റെ കൂടെ മുസ്ലിം എന്നുള്ള ആ ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് പോളറൈസേഷൻ നടത്തുന്നത്. രാഷ്ട്രീയ പോളറൈസേഷനാണ് നടത്തുന്നത്. ആ മുസ്ലിം ലീഗിനെയാണ് അദ്ദേഹം വിമർശിച്ചത് എന്ന് പ്രമുഖ അഭിഭാഷകൻ രാംകുമാർ സാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയോട് സംസാരിക്കുന്ന വേളയിൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അദ്ദേഹം തിരുത്താനും തയ്യാറാണ്. പക്ഷെ ആ തിരുത്തലിനെ ഒന്നും അംഗീകരിക്കാതെ കോടതി തന്നെ ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിധിയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോലും അർഹതയില്ല എന്നുള്ള പ്രയോഗം തന്നെ വന്നു എന്നാണ് ഞാൻ കേട്ടത്. അതൊക്കെ രാംകുമാർ സാറിനെ പോലെയുള്ള നിയമവിദഗ്ധർ പറയണം. അതൊക്കെ എങ്ങനെ കോടതിക്ക് പറയാൻ കഴിയും? കാരണം അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ രംഗത്തെ പരിചയം എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായി 1980 മുതലാണ്. അപ്പൊ ഇത്രയും കാലഘട്ടമായിട്ട് നിരന്തരമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി, അതിൽ ഇടതിലും അല്ലെങ്കിൽ UDF-ഓ LDF-ഓ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കേരളത്തിന്റെ രാഷ്ട്രീയത്തെ കൃത്യമായി മനസ്സിലാക്കിയ വ്യക്തി. അപ്പൊ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്നത് ഇത് അദ്ദേഹത്തോടുള്ള വെല്ലുവിളിയല്ല, മറിച്ച് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന സംഘടന, അദ്ദേഹത്തിന്റെ സമീപനം, അല്ലെ അദ്ദേഹം പറയുന്ന ആശയം, ഇപ്പോൾ അദ്ദേഹം പറയുന്ന ആ ആശയത്തെ എതിർക്കാൻ വേണ്ടി കൃത്യതയോടുകൂടി ഒരു അജണ്ട എവിടെ നിന്നൊക്കെ വരുന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനു മുമ്പ് ഈ തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് കോടതി വിധിക്കെതിരായിട്ട് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ നാട് കടത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്ന കഥ നമുക്കറിയാം. പോലീസ് സ്റ്റേഷനിൽ ബോംബുണ്ടാക്കും എന്ന് പരസ്യമായി രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പ്രഖ്യാപിച്ച ചരിത്രം നമുക്കറിയാം. ഇപ്പോ ഈ ജനം TV തന്നെ ഈ ഡിസ്കഷനോടനുബന്ധിച്ച് ചില ദൃശ്യങ്ങളൊക്കെ കാണിച്ചു. അപ്പൊ ആ ദൃശ്യങ്ങളിൽ കണ്ട സംഭവങ്ങളിലൊക്കെ ഉണ്ടായ പ്രതികരണം നമുക്കറിയാം. ഈ സമയത്തൊന്നും ഉണ്ടാവാത്ത ഒരു താല്പര്യം, ആ താല്പര്യവും സമീപനവും അജണ്ടയും PC ജോർജിന്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇപ്പോ ഈ തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചതിന്റെ പേരിൽ ആ പ്രഖ്യാപിച്ച ജഡ്ജിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് PC ജോർജ് പറഞ്ഞില്ല, BJP സമരം നടത്തിയില്ല, അദ്ദേഹത്തെ വിദേശത്തോട്ട് കടത്തണമെന്നോ കണ്ണൂരേക്ക് കടത്തണമെന്നോ എന്നൊന്നും പറയുന്നില്ലല്ലോ ആരും. ഇന്നിപ്പോ ഇവിടെ ഉണ്ടായിട്ടുള്ള സമീപനം കൃത്യമായിട്ട് കോടതിയിൽ PC ജോർജ് കീഴടങ്ങി എന്ന് പറഞ്ഞാൽ നിയമവ്യവസ്ഥയെ അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് BJP-യും PC ജോർജും എടുക്കുന്ന സമീപനം ഈ നാടിന്റെ രാജ്യത്തിന്റെ ഭരണഘടനയെയും സംവിധാനത്തെയും വിശ്വസിച്ചുകൊണ്ട് അതിനൊപ്പം നിൽക്കുന്ന ദേശസ്നേഹികൾക്ക് തികച്ചും ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ജയിക്കുമ്പോൾ വിജയം പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ ആഹ്ലാദിക്കുന്ന ആളുകൾ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞാൽ അത് തെറ്റാണ്.
അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു അങ്ങനെയുള്ള സംഭവങ്ങളെ ഈ നാട്ടിൽ ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്. നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ തന്നെ ഈ കേരള സംസ്ഥാനത്ത് ദശാബ്ദങ്ങൾ കഴിയുമ്പോഴേക്കും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പിടിയിലായി പോകുമെന്ന് പരസ്യമായി പച്ചയ്ക്ക് പറഞ്ഞ സംഭവം നമുക്ക് ഓർമ്മയില്ലേ? അദ്ദേഹം അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ പേരിൽ ആരെങ്കിലും കേസെടുത്തോ? അദ്ദേഹം ആ കാര്യങ്ങൾ പരസ്യമായിട്ട് തന്നെയല്ലേ പറഞ്ഞത്. അപ്പൊ ആ പ്രത്യേക മതവിഭാഗത്തിലെ ചെറുപ്പക്കാർ നടത്തുന്ന ചില കാര്യങ്ങളെ കുറിച്ച് അച്യുതാനന്ദൻ അക്കാലത്ത് നടത്തിയ പരാമർശം, അതേ കാര്യങ്ങളെ തന്നെ വേറെ ചില പരിവേഷങ്ങളോടുകൂടി പിന്നീട് ശ്രീ AK ആന്റണിയുടെ അടക്കം വാക്കുകളിലൂടെ വന്ന സംഭവങ്ങൾ, ഇതെല്ലാം നിരന്തരമായി കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അത്തരം വിഷയങ്ങളെ തന്നെയാണ് PC ജോർജും ഇവിടെ ഉയർത്തിക്കാണിച്ചത്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ ഇല്ലായ്മ ചെയ്യുക എന്ന അജണ്ടയോടുകൂടിയുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം തന്നെ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന് ചേർന്നു നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി നിലപാടെടുത്തിട്ടുണ്ട്. ആ നിലപാട് തുടരുക തന്നെ ചെയ്യും. അദ്ദേഹത്തിന് നിയമപരമായും രാഷ്ട്രീയമായും എല്ലാ പിൻബലവുമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകുമെന്നുള്ള കാര്യം, ആ പിന്തുണയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കഴിഞ്ഞ 24 മണിക്കൂറായി പല മാധ്യമങ്ങളും നൽകിയ വാർത്തയാണ് BJP പോലും PC ജോർജിനെ കൈയൊഴിഞ്ഞു എന്ന്. സംസ്ഥാന അധ്യക്ഷൻ മുതൽ അങ്ങേയറ്റം താഴെ തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകൾ വരെ PC ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ഈരാറ്റുപേട്ടയിൽ അദ്ദേഹത്തിനൊപ്പം നിന്ന കാഴ്ചകൾ, ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഞാൻ ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്ക് പോവുകയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഒരു വ്യക്തി ചില നിലപാടുകൾ എടുക്കുന്നത് അദ്ദേഹം ജീവിക്കുന്ന ചുറ്റുപാടുകൾ കൂടി അനുസൃതമായിട്ടാണ്. അദ്ദേഹം ജീവിക്കുന്ന ഈരാറ്റുപേട്ട എന്ന സ്ഥലം ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ ഒരു സോഷ്യൽ ഫാബ്രിക് എന്നുള്ളത് വളരെ കൃത്യമായി പരിശോധിച്ചു പോകണം. 90% മുസ്ലിം ജനവിഭാഗം അധിവസിക്കുന്ന ഒരിടം. അവിടെ നിന്ന് 33 വർഷം ആ ജനതയെ പ്രതിനിധാനം ചെയ്ത PC ജോർജ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ PC ജോർജ് അവിടെ പരാജയപ്പെടുകയാണ്. 27,000 വോട്ടുകൾ അവിടെ സമാഹരിക്കപ്പെട്ടു. SDPI നേതാവ് തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറയുകയാണ്, ഇത് ഞങ്ങളുടെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു എന്ന്. അങ്ങനെ ഒരു വല്ലാത്ത സാമൂഹ്യ ക്രമത്തിലൂടെ ഈരാറ്റുപേട്ട കടന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് ഈ വാക്കുകൾ പറയിപ്പിച്ചതും അവിടുത്തെ ഒരു സാമൂഹിക ഘടന തന്നെയാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഈ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിലവിലെ ഈ വിഷയങ്ങൾ, അത് എന്നെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മളുടെ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ഒരു വിഷയവും അതോടൊപ്പം തന്നെ സെക്യുലറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലും അത് എത്രത്തോളം നമ്മൾ അതിനകത്ത് കമ്മിറ്റഡ് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റിവിഷൻ, അതിനുള്ളൊരു അവസരമായിട്ടാണ് ഞാൻ ഈ ഒരു ഘട്ടത്തെ കാണുന്നത്. കാരണം ഇത് ആദ്യമായിട്ടല്ല. ഇവിടെ പറയണ്ടായി PC ജോർജ് പറഞ്ഞ വിഷയവും അദ്ദേഹം അതല്ല ഉദ്ദേശിച്ചത്, വേറെ എന്തോ ആണ് ഉദ്ദേശിച്ചത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PC ജോർജ് എന്താ പറഞ്ഞെന്നുള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാവണമല്ലോ PC ജോർജ് തന്നെ ആ വിഷയം ഉണ്ടായ സമയത്ത് തന്നെ ഒരു ക്ഷമാപണം നടത്തുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. അത് അവിടെ തീരേണ്ട കാര്യമാണ്. എന്ന് വെച്ചാൽ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ആ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല, അതല്ലെങ്കിൽ അത് അതിനപ്പുറത്തേക്ക് പോയി. ഇനി അഥവാ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ അതിന് ഒരു വിരാമം വേണം, അതിൽ ക്ഷമ ചോദിക്കുന്നു എന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത്, ഇത് എന്തെങ്കിലും ശരിക്കും ഇതിനകത്ത് പ്രശ്നം ഉണ്ടോ ഇല്ലേ എന്ന് അന്വേഷിച്ച് മുന്നോട്ട് പോകാനുള്ള നിയമ സംവിധാനം ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്, നിയമത്തിൻ്റെ പോരാട്ടം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. അതായത് റൂൾ ഓഫ് ലോ തന്നെയാണ് നമ്മളെപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇവിടെ പലപ്പോഴും നമ്മളുടെ പോലീസ് സംവിധാനങ്ങളായാലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങളായാലും അത് ചില ഘട്ടങ്ങളിൽ പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം അത് നമ്മൾ പറയാറുണ്ട്. അത് ഇവിടെയും വ്യക്തമാകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് പറയുന്ന സമയത്ത് ഇപ്പോൾ ആളുകൾ പറയും പിണറായിയുടെ പോലീസ് വേട്ടയാടി എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ പല ആളുകളും പറയുന്നതായിട്ട് കേൾക്കുന്നത്. ചില സമയങ്ങളിൽ ഇവിടെ മറ്റു ചില കേസ് അതിൻ്റെ വിസ്താരം നടത്തി അതിൽ പ്രതികൾ വെറുതെ വിടുന്നത്. ഇപ്പോൾ റിയാസ് മൗലവിയുടെ ഒരു വിഷയം വന്ന സമയത്ത് ഇവിടെ നമ്മൾ കേട്ട എന്താണ്, പിണറായിയുടെ പോലീസും ഇപ്പോൾ BJP ആയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പറഞ്ഞാൽ അതിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒന്നുകിൽ അത് ഇടതുവൽക്കരിക്കപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ നിൽക്കണം, അതല്ല വലതുവൽക്കരിക്കപ്പെട്ടു എന്നാണെങ്കിൽ അത് അങ്ങനെ നിൽക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് ആ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പം ഞാനിവിടെ അതും പറയുന്നില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു പോപ്പുലിസം
അതിനനുസരിച്ചിട്ട് നിയമങ്ങൾ പറയുക, അതിനനുസരിച്ചിട്ട് കാര്യങ്ങൾ പറയുക ഒരു രീതിയിലേക്ക് ഇവിടുത്തെ പോലീസും ആ സംവിധാനങ്ങളും നീങ്ങുന്നുണ്ടോ എന്ന് നമുക്ക് ഒരു പുനർവിചിന്തനം നടത്തേണ്ട ഒരു ഘട്ടമാണ് എന്നാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളും ഇപ്പം ഈ വിഷയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇപ്പം ഇതിന് തൊട്ടും കുറച്ച് നാളുകൾക്ക് മുന്നേ നടന്ന ഒരു വിഷയം, നുപൂർ ശർമ്മയുടെ വിഷയം. അവിടെ ആ ഒരു സംഗതി നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ പറഞ്ഞതിൽ എന്തെങ്കിലും അവാസ്തവമായ കാര്യമുണ്ടോ? ഇതാണ് നമ്മൾ ഒന്ന് അന്വേഷിക്കേണ്ടത്. ഇപ്പോൾ പി സി ജോർജ് പറഞ്ഞതിൽ ഇപ്പം ഞാൻ ആവർത്തിച്ച് കേട്ടതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി അവരുണ്ടായതിൻ്റെ ചരിത്രവും അത് നിങ്ങൾക്ക് അത്രയും കൂറ് പാകിസ്ഥാനോടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകണം എന്ന് പറയുന്ന രീതിയിലേക്ക് പറഞ്ഞു വെക്കുന്നു. അത് വീണ്ടും കേട്ട് കഴിയുമ്പോൾ അത് മുസ്ലിങ്ങളോട് മൊത്തം പറഞ്ഞു എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെയും വേണമെങ്കിൽ അതിനെ കൺസ്ട്രൂ ചെയ്തെടുക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റുമാണ്. ഇനി അതിനപ്പുറത്തേക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ കളി നടക്കുന്ന സമയത്ത് അതിൽ ജയിച്ചു കഴിയുമ്പോൾ അതിനകത്ത് പാകിസ്ഥാൻ ജയ് വിളിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഗതി, ഇതെല്ലാം ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണല്ലോ. പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അത് അവർ ജയിച്ചു കഴിയുമ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കുന്നതിൻ്റെ പേരിൽ ഇവിടെ പല വിഷയങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ജയിക്കുന്നത് ആഘോഷിക്കുന്നതും പടക്കം പൊട്ടിക്കുന്ന ഒരു വലിയ വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഷയമല്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഫുട്ബോൾ കളി നടക്കുന്ന സമയത്ത് നമ്മൾ ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെ തീരേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ഈ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം അത് കളി എന്നതിനേക്കാൾ ഉപരി, അതിനകത്ത് ഇപ്പോൾ അഫ്രീദി കളിച്ചതിൻ്റെ മേന്മയേക്കാൾ ഉപരി അവിടെ ആ രാജ്യം പ്രതിദാനം ചെയ്യുന്ന മതത്തോടുള്ളൊരു കൂറായി മാറുമ്പോഴാണ് അതിനകത്തൊരു വർഗീയത വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് പാടില്ല, അതൊരു പ്രശ്നമായിട്ട്, അതല്ലെങ്കിൽ മറ്റൊരു വലിയ വിഷയത്തിൻ്റെ ഒരു സിഗ്നലായിട്ട് നമുക്ക് അതിനെ കാണേണ്ടി വരുന്നത്. അതല്ലാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു അമുസ്ലിം ആയിട്ടുള്ള ഒരു വ്യക്തി ഇപ്പോൾ പാകിസ്ഥാന് വേണ്ടി ജയ് വിളിച്ചത് ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല. കാരണം എന്തായിരിക്കും? കാരണം അവനെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ ബേസിസിലല്ല. ഇപ്പോൾ നമ്മളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് പാകിസ്ഥാൻ കളി നടക്കുന്ന സമയത്ത്, ഇപ്പോൾ പാകിസ്ഥാനും ഓസ്ട്രേലിയയും കൂടി കളി നടക്കുന്ന സമയത്ത് നമ്മൾ പാകിസ്ഥാനും കൂടെ നിന്നിട്ടുണ്ട്. അതെന്താണ് കാരണം? നമുക്ക് അതിനകത്ത് കുറേ ഇഷ്ടപ്പെട്ട കളിക്കാരുണ്ടായിരുന്നു. അല്ലെങ്കിൽ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ കളി നടക്കുമ്പോൾ നമ്മൾ ന്യൂസിലാൻഡിൻ്റെ ഒപ്പമല്ല നിന്നിട്ടുള്ളത്, പാകിസ്ഥാനൊപ്പം. പക്ഷേ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടി കളി നടക്കുന്ന സമയത്ത് നമ്മൾ അന്ന് നിന്നത് ഇന്ത്യയുടെ കൂടെയാണ്. കാരണം എന്താണ്? അവിടെ നമ്മളുടെ മനസ്സിൽ മതം എന്നുള്ളതിനേക്കാൾ ഉപരി ദേശം, നമ്മളുടെ നാട് എന്നുള്ളൊരു ചിന്ത, നമ്മളുടെ നാട് എന്നൊരു ചിന്ത വെക്കുന്നത് അത്ര വലിയൊരു മോശം കാര്യമാണെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. അത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ടാമതൊന്നും ചിന്തിക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തോടും നമ്മളുടെ പഞ്ചായത്തിനോടും നമ്മളുടെ ചുറ്റുമതിലിനുള്ള സ്ഥലത്തിനകത്തും മുതൽ അവിടുന്ന് അങ്ങോട്ട് ജില്ലയോടും സംസ്ഥാനത്തോടും രാജ്യത്തോടും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം നമുക്ക് മികച്ചതാക്കാനുള്ള പ്രവൃത്തിയിൽ നമുക്ക് ഏർപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു പഞ്ചായത്ത് സ്നേഹം നമുക്ക് വേണം. അത് ദേശസ്നേഹം എന്ന് വിളിക്കുമ്പോഴാണല്ലോ നിങ്ങൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടാവുക. ഞാൻ അതിനെ പഞ്ചായത്ത് സ്നേഹം എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെന്ന് തന്നെയാണ് ഞാൻ പറയാം. അപ്പോൾ ആ ഒരു സാധനത്തിന് പകരം അത് ഒരു മതസ്നേഹമായിട്ട് മാറുമ്പോഴാണ് ഈ വിഷയം വരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ആണല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടല്ലോ. ഇതല്ലേ പി സി ജോർജ് പറയുന്നത്? ആണ്. അപ്പോൾ അത് പറയുമ്പോൾ അത് അവിടെ ഒരു വിഷയം ഉണ്ട്. അപ്പോൾ നുപൂർ ശർമ്മ പറഞ്ഞ എന്താണ്? ഹദീസിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഹദീസിലുള്ള കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ അവരെ വേട്ടയാടി. ആ വേട്ടയാടുന്നതിൽ കൂട്ടുനിന്നത് ആരാണ്? അന്ന് BJP അടക്കം നുപൂർ ശർമ്മയെ ബക്കറ്റോട് കൂടി പുറത്തേക്ക് എറിയുന്ന അവസ്ഥയാണ് ഉണ്ടായത്. അവരെ തിന്നാനിട്ട് കൊടുത്തു. ആ പേരും പറഞ്ഞുകൊണ്ട് എത്ര ആളുകൾ ഇവിടെ കൊന്നുതള്ളുന്ന അവസ്ഥ ഉണ്ടായി. അവരെ കോലം കത്തിക്കുന്നത് ഉൾപ്പെടെ, അവരെ വെട്ടിയും കൊല്ലാനും വേണ്ടിയിട്ട് ആഹ്വാനം നടത്തുന്നത് ഉൾപ്പെടെ. ഖനയ്യ ലാൽ എന്ന് പറയുന്ന ആൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നു. ആ രണ്ട് ടൈലറായിട്ടുള്ള അദ്ദേഹം തുണി അളവെടുക്കാൻ കഴുത്തറുക്കാണ് കൊല്ലുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് തുല്യ പങ്ക് എല്ലാവർക്കും ഉണ്ട്. BJPക്ക് പങ്കുണ്ട്. ഈ വിഷയം ഇതുപോലെ ഒരു കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിൽ BJPക്ക് പങ്കുണ്ട്. ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്ക് പങ്കുണ്ട്. പോലീസിന് സംവിധാനത്തിന് പങ്കുണ്ട്. അതുപോലെ ഇതെല്ലാം ഏത് വിഷയം കിട്ടിക്കഴിഞ്ഞാലും ഇതിനകത്ത് ഒരു പൊളിറ്റിക്സ് കുത്തിത്തിരികൊണ്ട് ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നതിൽ പങ്കുള്ള ആളുകൾക്കും ഇതിനകത്ത് പങ്കുണ്ട്. എന്നാൽ ഞാൻ ഇതിനകത്ത് പറയുന്നത് ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സ്ക്രീനിങ് ഇതിനകത്ത് വെക്കുക എന്നുള്ളതാണ്. അത് ആർക്കും ബാധകമാണ്. ഇത് ഫ്രീ സ്പീച്ചിൻ്റെ ഇതിൽ വരുന്നതാണ്. പറയുന്നതിൽ ഒരു വാലിഡിറ്റി ഉണ്ടോ? ഇത് നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ഫ്രീ സ്പീച്ചിൻ്റെ ആ ഒരു ലിമിറ്റിനകത്ത് നിന്നിട്ടുള്ളത് തന്നെയാണോ? ഒരു നെസസറി ഒരു റെസ്ട്രിക്ഷൻ അതിനകത്ത് വെച്ചിട്ടുണ്ട്. മൊറാലിറ്റി, അതുപോലെ പബ്ലിക് ഓർഡർ, അതുകൂടാതെ അതിനകത്തൊരു ഇൻസൈറ്റ്മെൻറ്റ് ഓഫ് വയലൻസ് ഇല്ല എന്നുള്ളതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അത് പറയുന്നതിന് എന്താ തടസ്സമുള്ളത്? ഇത് പറയാൻ നമുക്ക് സാധിക്കണ്ടേ? അപ്പം നമ്മൾ പറയുന്നത് ഫ്രീ സ്പീച്ചും സെക്യുലറിസവും നമ്മൾ പറയുന്ന സമയത്ത് അത് ചില മതങ്ങളുടെ വിഷയങ്ങൾ വരുമ്പോൾ മാത്രം അവിടെ ഒരു ഇംബാലൻസ് നമുക്കവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതൊരു തെറ്റായ പ്രവണതയാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് അത് ഒരു മതത്തിന് അവരുടെ വർഗീയതയായാലും അവരുടെ രീതികളായാലും അതൊരു ഭൂരിപക്ഷ സമുദായത്തിൻ്റെ മേലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ സംഗതികളെ എതിർക്കുക എന്ന് പറയുന്നത് വളരെ
കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന വിഷയമായിട്ട് മാറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു വഖഫ് നിയമത്തിനെതിരെ നടത്തിയ ഒരു പ്രക്ഷോഭം SDPIയുടെയാണ്. അതിനകത്ത് അവർ പച്ചയ്ക്ക് പറയാണ്, നിങ്ങളിത് ഇങ്ങനെയൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ട്, 1921 ആവർത്തിക്കുമെന്നുള്ള ഒരു ധ്വനിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്താണ് 1901 ആവർത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളെ കൊന്നുതള്ളും എന്നാണോ അതിൻ്റെ അർത്ഥം? ഇത് മനസ്സിലാക്കാൻ എന്താ അത്ര വലിയ ബുദ്ധിമുട്ട്? അതേകൂടാതെ ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് ഇതേ മുസ്ലിം സംഘടനകൾ തന്നെയല്ലേ പറഞ്ഞത്, ഞങ്ങൾ 1921 യുദ്ധം കഴിഞ്ഞിട്ട് ആ കത്തി അറബിക്കടലിൽ എറിഞ്ഞിട്ടില്ല എന്നാണ് അവരന്ന് പറഞ്ഞത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്നുവെച്ചാൽ ആ ലഹളയും അത്തരത്തിലുള്ള സംഗതികളൊക്കെ ഇനിയും ഉണ്ടാക്കാം. ഇതൊക്കെ പബ്ലിക് ഒരു ഫ്രീ സ്പീച്ചിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിന്റെ നെസസറി റെസ്ട്രിക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് കോൾ ഫോർ വയലൻസ് അല്ലേ? ഇവിടെ ആരെങ്കിലും നമ്മൾ പോലീസ് ആക്ട് ചെയ്തോ? നമ്മൾ ഇവിടുത്തെ BJP പോലും ഈ സാധനത്തെ പൊളിറ്റിസൈസ് ചെയ്യാനെങ്കിലും മുന്നോട്ട് വന്നോ? ഇല്ല. ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് നാഷണൽ സെക്യൂരിറ്റീനെ അറിയിച്ച് അതിനുവേണ്ട നടപടി ഇവിടെ എടുക്കുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മളുടെ വിഷയം യഥാർത്ഥത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ട് കരുതേണ്ട കാര്യങ്ങളെ അതിന് അനാവശ്യമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ ഇതുപോലെ ഉന്തിയും തള്ളിയും പൊളിറ്റിസൈസ് ചെയ്ത് ഇത് വലിയ വിഷയമാക്കി മാറ്റുമ്പോൾ കുഴിച്ചു മൂടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഉയർത്തി വെക്കേണ്ട വിഷയങ്ങളാണ്. അത് ഫ്രീ സ്പീച്ചാണ്. ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ പ്രധാനമായിട്ടൊരു വിഷയം കണ്ടു. ഇപ്പോൾ രൺവീർ അലഹബാദിയ എന്തെല്ലാം കോലാഹലങ്ങളാണ് ആ ഒരു വാദത്തിന്റെ പിന്നിൽ നമ്മൾ കണ്ടത്. പറയുന്നതിൽ തെറ്റുണ്ട്, ആള് അതിനകത്ത് മാപ്പും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അയാൾക്കൊരു ബോധ്യപ്പെട്ടു എന്ന് വെച്ചാൽ അവിടെ തീരേണ്ട വിഷയമുള്ളൂ. പക്ഷേ അയാളെ വേട്ടയാടുന്നു, അയാളുടെ അമ്മയ്ക്ക് ക്ലിനിക്കിൽ പോകാൻ പറ്റുന്നില്ല, ആ ക്ലിനിക്കിലേക്ക് ആളുകൾ വന്ന് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥ. ഇത് നുപൂർ ശർമ്മയുടെ വിഷയമായാലും എല്ലാത്തിലും നമ്മൾ കാണുന്ന ഒരു കോമൺ ഫാക്ടറായിട്ട് മാറാണ്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഈ തരത്തിലുള്ള വിഷയങ്ങൾ അൺഡ്യൂ ലെവലിലേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ്. അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരെ മാത്രം ചില പ്രശ്നങ്ങൾ ഉയരുമ്പോൾ അത് വലിയ വിഷയമായി വരുന്നു, മറ്റ് വിഷയങ്ങളെല്ലാം അങ്ങനെ കണ്ണടച്ച് പോകുകയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ. അഡ്വക്കേറ്റ് രാംകുമാറിലേക്കാണ് പോകുന്നത്. രാംകുമാർ സർ, ഈ കോടതിയിൽ ഉണ്ടായ ചില കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഹാബിച്വൽ ഒഫൻഡർ എന്ന രീതിയിലാണ് കോടതി അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കേസുകളുടെ വിവരങ്ങൾ ചോദിക്കുകയാണ്. അങ്ങനെ 4 കേസുകൾ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ ഈ 4 കേസുകൾ ഏതെല്ലാമാണ് എന്ന് നമുക്കറിയാം. ഈ സർക്കാരിന് അദ്ദേഹത്തോടുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ എടുത്ത പല കേസുകളുമാണ് അത്. അതിൽ കുറ്റപത്രം കൊടുക്കുകയോ വിചാരണ നടത്തുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയമായ ഒരു വേട്ടയാടൽ കഴിഞ്ഞ കുറേ നാളുകളായി PC ജോർജ് അനുഭവിച്ചു വരികയാണ്. അതിന് വളരെ കൃത്യമായി അദ്ദേഹം എടുത്തുന്ന രാഷ്ട്രീയ നിലപാടുകൾ ഒരു വലിയ ഘടകമാണ്. ഈ കോടതിയിൽ സംഭവിച്ചതുകൂടി നമുക്ക് ഈ ഘട്ടത്തിലൊന്ന് പരാമർശിച്ചു പോകാമെന്ന് തോന്നുന്നു സർ. അങ്ങനെയല്ല, പോലീസിന് യഥാർത്ഥ വസ്തുതകൾ കോടതിയെ ധരിപ്പിക്കേണ്ട ചുമതലയുണ്ട്. കോടതി പോലീസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടും കേസ് ഡയറിയും പരിശോധിച്ച ശേഷമാണ് സാധാരണ രീതിയിൽ ജാമ്യം കൊടുക്കുക. ഈ കേസിൽ പ്രധാനമായും ജാമ്യം നിഷേധിക്കാൻ കാരണമായി പറഞ്ഞിട്ടുള്ളത് മുമ്പ് കൊടുത്ത ജാമ്യവ്യവസ്ഥകൾ അദ്ദേഹം ലംഘിച്ചു എന്നാണ്. ആ ലംഘനത്തിൻ്റെ ഒരു തോന്നലുണ്ടായതുകൊണ്ടാണ് ഇതിൽ ജാമ്യം കൊടുക്കാതിരുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിസ്മരിച്ചൊരു കാര്യം, നമ്മുടെ സുപ്രീം കോടതി 3 കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന കേസുകൾക്ക് ജാമ്യം നിർബന്ധമായി കൊടുക്കേണ്ടതാണ് എന്ന് 1-ലധികം വിധികളോട് പ്രസ്താവിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഹൈക്കോടതി പല വിധികളിലും സൂചിപ്പിച്ചുകൊണ്ടാണ് ജാമ്യം കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പോകുന്നില്ല. കാരണം ചർച്ച നടന്നത് റെക്കോർഡ് ചെയ്യപ്പെട്ട ചർച്ചയാണ്. അദ്ദേഹം അത് നിഷേധിച്ചിട്ടില്ല. എനിക്ക് ഒരു നാക്കുപിഴക്ക് പറ്റി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ആ സ്ഥിതിക്ക് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെച്ചതുകൊണ്ട് അന്വേഷണത്തിന് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? അദ്ദേഹത്തെ 15 ദിവസം കസ്റ്റഡിയിൽ വെച്ച് കഴിഞ്ഞാൽ കേസ് അന്വേഷണത്തിൻ്റെ പുരോഗതിയെ എങ്ങനെയാണ് അനുകൂലമായി ബാധിക്കുക? ഇതാണ് ഞങ്ങൾക്കൊന്നും മനസ്സിലാവാത്തത്. വാസ്തവത്തിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ പരിപൂർണമായും പരിഗണിക്കാതെയാണ് PC ജോർജിന് ജാമ്യം നിശ്ചയിച്ചതെന്ന്
നിർബന്ധ ബുദ്ധിയെ പറയുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട്. കാരണം ഈ ഹൈക്കോടതി തന്നെ മനുഷ്യ സോദിയ ചിദംബരം തുടങ്ങിയ പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെ കേസുകൾ ഉദ്ധരിച്ചുകൊണ്ട് പല ജാമ്യാരികളും തീർപ്പാക്കിയിട്ടുണ്ട്. അതെന്താ ഇതിന് ബാധകമാക്കാത്തത്? അപ്പം ഇവിടെ പോലീസിന് ഒരു പ്രത്യേക അജണ്ട ഉണ്ടായിരുന്നു. അവർക്ക് നിർദ്ദേശമുണ്ടായിരുന്നു ഏത് നിലയ്ക്കും PC ജോർജിനെ കുറച്ച് ദിവസം തടവിലാക്കാം. പക്ഷേ PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തുറന്ന് പറയുന്ന പ്രകൃതക്കാരനാണ്. കാപട്യമില്ല, കപടമതേതരക്കാരുടെ സ്വഭാവം അദ്ദേഹത്തിനില്ല. ആ വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വേണം അദ്ദേഹത്തിൻ്റെ കേസുകളെ നമ്മൾ ഒരു യഥാർത്ഥ കാഴ്ചപ്പാടെടുക്കേണ്ടത്. കോടതിയെ വിമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോടതി തങ്ങളുടെ മുമ്പിലുണ്ടായ വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയാണ് കോടതിയുടെ വിധി പ്രസ്താവിക്കുന്നത്. ആ ഹാജരാക്കിയ വിഷയങ്ങൾ തെറ്റാണെങ്കിൽ കോടതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ഹാജരാക്കുന്നവരെയാണ് കുറ്റം പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ടാണ് PC ജോർജിന് ഇത് ഒരു പക്ഷേ സാധിക്കുമെങ്കിൽ അല്പകാലം തടവിലാക്കാം എന്ന ഒരു ആസൂത്രണം ചെയ്ത പദ്ധതി നടപ്പാക്കിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി സാർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ബി രാധാകൃഷ്ണ മേനോൻ, ഇതാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. ചില അവിശുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടുകളുടെ പിൻബലത്തിലാണ് PC ജോർജിനെതിരായ ഇത്ര വലിയ നടപടിയിലേക്ക് കടക്കുന്നത്. യഥാർത്ഥത്തിൽ PCക്കെതിരെ പരാതി നൽകുന്നത് യൂത്ത് ലീഗാണ്. അതിന് ചരട് വലിച്ചത് കോൺഗ്രസും. കോൺഗ്രസിൻ്റെ നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഇത്തരത്തിൽ യൂത്ത് ലീഗ് പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇടതുപക്ഷം നയിക്കുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർ ഭരിക്കുന്ന പ്രോസിക്യൂഷൻ, ആ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് രാംകുമാർ സാർ ഇപ്പോൾ സൂചിപ്പിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല അവിടെ പ്രോസിക്യൂഷൻ അവതരിപ്പിക്കുന്നത്. നിരന്തരം നാക്കുപിഴ വരുത്തുന്ന, നിരന്തരം ഇത്തരത്തിൽ പ്രസ്താവന നടത്തുന്ന ഒരാൾ എന്ന ഒരു പ്രതീതി കോടതി മുറിക്കകത്ത് സൃഷ്ടിക്കപ്പെടുകയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുകയും ചെയ്തു. വളരെ കൃത്യമായി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള വളരെ കൃത്യമായ ആസൂത്രിതമായ നീക്കങ്ങളാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടത്. അല്ല, ഇവിടെ അദ്ദേഹത്തെ ബോധപൂർവം ജയിലിൽ അടയ്ക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ നിർത്തലാക്കണം. അതിന് ഉതകുന്ന രീതിയിലുള്ള ചില ആസൂത്രണങ്ങൾ ഇരുമുന്നണിയുടെയും ഭാഗത്തു നിന്ന് അതാണ് അവര് സംയുക്തമായി യോജിക്കുന്ന ചില മേഖലകളുണ്ട്. കാരണം പല തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ BJP ജയിച്ചിട്ടുള്ള ചില പഞ്ചായത്തുകളിലൊക്കെ ഈ രണ്ട് മുന്നണിക്കാരും പരസ്പര ധാരണയിൽ വരുന്ന സമയത്ത്, ഇപ്പോൾ ചെങ്ങന്നൂര് വാടനാട് പഞ്ചായത്ത് അല്ലെങ്കിൽ അതേപോലെ പല പ്രദേശത്തും ഉണ്ട് ഈ മുന്നണികളുടെ ഒരു കൂട്ടായ്മ. അപ്പൊ ഏതാണ്ട് അതേ സമീപനം ഈ PC ജോർജിനെ പൊതുശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോ ഇന്ത്യ മുന്നണി കേരളത്തിൽ എടുത്തിരിക്കുകയാണ്. കാരണം അവരൊരുമിച്ചിട്ടാണ് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയം. കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ PC ജോർജ് നേരത്തെ പൂഞ്ഞാറില് നമുക്കറിയാം, അദ്ദേഹം ഈ ഇരു മുന്നണിയുടെയും പിന്തുണ ഇല്ലാതെ തന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതാണ്. അപ്പൊ അത്രയേറെ ജനപിന്തുണയുള്ള അദ്ദേഹം ഇപ്പോ BJPയുമായി NDAയുമായി ചേർന്ന് നിൽക്കുമ്പോൾ ആ പ്രദേശത്ത് മാത്രമല്ല കേരളത്തിലെമ്പാടും അതുമായി ബന്ധപ്പെട്ട ചില പോളറൈസേഷനും സാമൂഹ്യ മാറ്റങ്ങളും ഒക്കെ ഇന്ന് പ്രകടമാണ്. കാരണം അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയുന്നു, യാഥാർത്ഥ്യങ്ങൾ ജനങ്ങൾ വിലയിരുത്തുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം കേരളത്തിൽ ഇന്ന് രൂപപ്പെട്ടു വരുന്ന സമയത്ത് ആ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നവർ ഇന്നിപ്പോ ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൃത്യമായ അജണ്ട തന്നെയാണ് ഈ അദ്ദേഹത്തിനെതിരായി നടന്ന ഗൂഢാലോചന, അതിന്റെ തുടർച്ചയായി നടക്കുന്ന പരാതി. കാരണം ആ പരാതിക്കാരന്റെ ആവശ്യം അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യുക, അദ്ദേഹത്തെ ജയിലിലിടുക, ഇതാണ് കൃത്യമായിട്ട് അവർ ആഗ്രഹിച്ചത്. അതിന് വെറുതെ ജയിലിലിടാൻ മാത്രമല്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ പ്രവർത്തനം തുടർന്ന് നടത്താൻ യോഗ്യതയില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടി ഏതൊക്കെ തലങ്ങളിൽ നിന്നുള്ള പരിശ്രമം ഉണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കാരണം എന്തായാലും അതായത് രാധാകൃഷ്ണ മേനോൻ, ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മുടെ കേരള രാഷ്ട്രീയത്തെ വരഞ്ഞു മുറുക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇടപെടലുകൾ വളരെ കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഇര എന്ന് പറയുന്നത് PC ജോർജ് ആയിരിക്കാം.
കാരണം പി സി ജോർജിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുന്ന ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. 27,000 വോട്ടുകൾ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ടുകൾ കേന്ദ്രീകരിച്ച് അവിടെ എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. SDPIയുടെ നേതാവ് തന്നെ പി സി ജോർജിനെ വിളിച്ച് പറയുകയാണ്, ഇത് ഞങ്ങളുടെ കേരളത്തിലെ ഒരു ടെസ്റ്റ് ഡോസാണ്, ഇത് ഞങ്ങൾ ഇവിടെ പരീക്ഷിച്ചു, വിജയിച്ചു. അങ്ങനെ പി സി ജോർജിനെ മൂലക്കിരുത്തിയത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. പാലക്കാട് നമ്മളത് കാണുകയാണ്. വളരെ കൃത്യമായി ആസൂത്രിതമായി BJP സ്ഥാനാർത്ഥി അവിടെ ജയിക്കാതിരിക്കാൻ വേണ്ടി അവിടെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും എന്നുവേണ്ട സകല സംഘടനകളും യോജിച്ചുകൊണ്ട് അവിടെ കൃത്യമായ വോട്ട് കേന്ദ്രീകരണം നടത്തി. അവിടെ BJP സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ല, അവർ ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഇതല്ല, ഇതിനപ്പുറത്തുള്ള രൂപത്തിൽ നമ്മുടെ സമൂഹത്തിൽ പിടിമുറുക്കുകയാണ്. ഇത് കണ്ടില്ലെന്ന് നടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, ഈ വിപത്തിനെ ഈ തരത്തിൽ തന്നെ പച്ചയായി ചൂണ്ടിക്കാണിച്ചത് ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു. അത് നമ്മുടെ പഴയ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. അദ്ദേഹം കേരളം നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്താണ് എന്ന് പറഞ്ഞിട്ട് ഈ വക ചില കാര്യങ്ങളെ പഴയ കാലത്ത് പരാമർശിച്ചപ്പോൾ അതിനെ പിന്നീട് ആരും അദ്ദേഹത്തെ വിമർശിക്കുന്ന രീതിയിലൊന്നും അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ചില്ല. സമാന സ്വഭാവത്തോടെ പറയുകയുണ്ടായി. അതെ, അദ്ദേഹം അച്യുതാനന്ദൻ പറയുന്നു ഏതാണ്ട് സമാന സ്വഭാവത്തോടു കൂടി AK ആന്റണി പിന്നീട് അതെടുത്തു പറഞ്ഞു. ഇന്ന് പക്ഷേ AK ആന്റണി അങ്ങനെ പറയുമോ എന്ന് നമ്മൾ കണ്ടറിയണം. കാരണം ഒരു സംഘടിത ന്യൂനപക്ഷം എല്ലാ അവകാശങ്ങളും കൈയടക്കുന്നു എന്ന് അന്ന് 10-20 വർഷം മുമ്പ് പറയാൻ AK ആന്റണിക്ക് ധൈര്യമുണ്ടായി. പക്ഷേ ഇപ്പോഴത് പറയുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈനിലേക്കാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, നേരത്തെ B രാധാകൃഷ്ണൻ സംസാരിച്ചപ്പോൾ അങ്ങൊരു ഇടപെടലിന് ശ്രമിച്ചിരുന്നു. അത് അങ്ങേക്ക് പറയാം. ഒപ്പം തന്നെ പി സി ജോർജ് അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹ്യ പ്രശ്നം കൂടി നമ്മൾ എടുത്തു പോകേണ്ടതുണ്ട്. 73 വർഷമായി അദ്ദേഹം ജനിച്ച് ജീവിച്ച ആ മണ്ണിൽ അദ്ദേഹത്തിന് പല വിലക്കുകളുമുണ്ട്. ഇന്ന് അദ്ദേഹത്തിന് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വിവാഹങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അവിടെ ഒരു മരണമുണ്ടായാൽ ആ മരണ വീടുകളിലേക്ക് ചെല്ലാൻ കഴിയുന്നില്ല. ഒരു തരത്തിൽ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് പി സി ജോർജിനെ എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കുറേയധികം കണ്ടതാണ്. അതിൽ വലിയ യാഥാർത്ഥ്യവുമുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾ സ്വാഭാവികമായും അദ്ദേഹം നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നതാണ് എന്ന് തുറന്നു പറയില്ലേ? ആ തുറന്നു പറച്ചിലിനെ മറ്റൊരു രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്തിനാണ്? ഞാനിത് പറയുന്ന വിഷയം ഒന്ന് ചുരുക്കി ഒന്ന് പറയാം. അതായത് ഇവിടെ നമുക്കിപ്പോൾ ഈ വിഷയത്തിൽ ഒരു ഇരവാദത്തിന്റെ ലൈനോ അതല്ലെങ്കിൽ ഒരു വീരവാദത്തിന്റെ ലൈനോ ഇത് രണ്ടും വേണ്ട. അതാ ഞാൻ പറയുന്നത്. ഇതിപ്പോൾ നമ്മളെ ഇന്ത്യ നമ്മൾ നേരിടുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രശ്നം പോലും അല്ല. ഇതാ ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഇതൊരു ഗ്ലോബൽ ഫിനോമിനൻ, അതിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ മാത്രമാണ് ഇവിടെ കാണുന്നത്. അതായത് ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സംഗതി അല്ലെങ്കിൽ ബ്ലാസ്ഫമി ലോ എന്ന് പറയുന്ന വിഷയം, ഇതെല്ലാം നമ്മളുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് ചില കൂട്ടം ആളുകൾക്ക് അവർക്ക് അനുകൂലമാക്കിയതെടുക്കുന്നു. അവരെക്കുറിച്ചുള്ള ക്രിറ്റിസിസം അത് സ്റ്റോപ്പ് ചെയ്യാനും എന്നാൽ അവർക്ക് എന്തിനേയും വിമർശിക്കാനുള്ള ഒരു അവസരമാക്കിയത് ദുരുപയോഗം ചെയ്യുന്ന ഒരു അവസ്ഥ അത് ലോകത്തെമ്പാടുമുണ്ട്. അതിനെ അവർ കൂട്ടുപിടിക്കുന്നത് എന്താണ്, കമ്മ്യൂണൽ ഹാർമണി അത് തകരും ഇല്ലെങ്കിൽ എന്നാണ് പറയുക. ഈ കമ്മ്യൂണൽ ഹാർമണി തകർക്കുന്ന ആളുകൾ ആര് എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ ഞാൻ ഇതിനൊന്ന് സമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സമയം അതില്ലാത്തതുകൊണ്ട് ഞാൻ ഒരു 3-4 പോയിന്റ്സ് ഞാൻ പറയാണ്. ഒന്ന്, ഇപ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന വിഷയം അതിൽ പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം കോടതിയിൽ അത് ഫൈറ്റ് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉയർത്തി വെക്കുന്ന തരത്തിലുള്ള ആ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന വിഷയവും അതുപോലെ തന്നെ ബ്ലാസ്ഫമി സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ഇത് തമ്മിൽ ഒരു കൃത്യമായ ഒരു മാർഗരേഖ ഭാവിയിലേക്കെങ്കിലും ഉണ്ടാക്കാൻ ഇത് ഉതകുന്ന രീതിയിലേക്ക് മാറട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയുക. കാരണം ഇത് നമ്മളെല്ലാം ഫേസ് ചെയ്യുന്ന വിഷയം കൂടിയാണിത്. കാരണം ഒരു കാര്യം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഖുറാനിൽ എഴുതി വെച്ചൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഹദീസിലുള്ളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ തീവ്രവാദത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ഉടനെ അത് ഹെയ്റ്റ് സ്പീച്ചാക്കി മാറ്റി ചിത്രീകരിച്ചുകൊണ്ട് അതിനെ മിണ്ടരുത് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാധ്യത, അതിനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. അത് അവസാനിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഈ ഫ്രീ സ്പീച്ച് ആൻഡ് ബ്ലാസ്ഫമി എന്ന് പറയുന്ന സംഗതിയെ സംബന്ധിച്ച് ഒരു ക്ലാരിറ്റി ഇന്ത്യയിൽ വരേണ്ടതുണ്ട്. അത് ഇസ്ലാമിനെ ക്രിട്ടിസൈസ് ചെയ്താൽ അത് ഉടനെ അത് ബ്ലാസ്ഫമി ആക്കി മാറ്റുന്ന രീതിയും അതുപോലെ തന്നെ അത് നമ്മുടെ സെക്യുലർ പ്രിൻസിപ്പിൾസിനെ അണ്ടർമൈൻ ചെയ്യുന്ന രീതിയും ഉണ്ട് നിലവിൽ. അത് മറികടന്നേ പറ്റുള്ളൂ. ഇനി ഒരു സെലക്റ്റീവ് എൻഫോഴ്സ്മെന്റ് ഇവിടെ ഉണ്ട്. ഈ ഹെയ്റ്റ് സ്പീച്ച് ലോസ് അത് സംബന്ധിച്ചിട്ട് അതും ഇവിടെ മാറ്റി വെച്ചേ പറ്റുള്ളൂ. ഞാനിവിടെ 2-3 ഉദാഹരണമൊക്കെ പറഞ്ഞിരുന്നു. ഏറ്റവും മിനിമം ഇപ്പോൾ കേരളത്തിലിരുന്ന് നമ്മൾ പറയുമ്പോൾ ഓണം ആഘോഷിക്കരുത് എന്ന് ഇവിടെ ഒരു രീതിയിൽ കാര്യം പറയുന്നു.
യെസ്. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ അത് സത്യത്തിൽ ഇവിടെ ഹാർമണിക്ക് എതിരാണ് എന്ന് കാണിച്ചിട്ടെങ്കിലും അത്തരം പറയുന്ന ആളുകൾ മേലാൽ ഇനി ഇതുപോലെയുള്ള വിഷയങ്ങൾ പറയരുത് എന്നെങ്കിലും നമുക്ക്, അയാൾ ഇനി മിണ്ടാനേ പാടില്ല എന്നൊന്നും നമ്മൾ പറയണമെന്ന് പറയുന്നില്ല, ഇത്തരം വിഷയങ്ങൾ പറയരുത് എന്ന് പറയേണ്ട ഒരു ബാധ്യത ഇവിടെ ഇല്ലേ? അത് നമ്മൾ കാണാതെ പോകുന്നു. ഇനി പി സി ജോർജിന്റെയും അതുപോലെ തന്നെ നുപൂർ ശർമ്മയുടെയും വിഷയത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നതിൽ വസ്തുതയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം അവർ ബി ജെ പിക്കാരായി അല്ലെങ്കിൽ ബി ജെ പിയുടെ തൂണിൽ പണ്ടെന്നോ ചാരി നിന്നിട്ട് എന്നതുകൊണ്ട് അവർ പറയുന്നതെല്ലാം തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവെക്കുമ്പോൾ അത് കൂടുതൽ ഈ ഇരട്ടത്താപ്പ് വിളിച്ചത് വരാനും അത് വലതുപക്ഷത്തിന്റെ ശക്തിപ്പെടലിന് തന്നെയാണ് വഴിവെക്കുക. ഇന്നിപ്പോൾ ജർമ്മനിയും അതുപോലെ മറ്റു പല രാജ്യങ്ങളും ഫേസ് ചെയ്യുന്ന വിഷയമാണത്. ഇരട്ടത്താപ്പാണ് സത്യത്തിൽ വലതുപക്ഷത്തിന്റെ വളം എന്ന് പറയുന്നത്. ഇനി ഒരു 3-4 പോയിന്റ് കൂടി ഉണ്ട്, അത് ഞാനിപ്പോ പറഞ്ഞു നിർത്താം. സമയപരിമിതിയുണ്ട്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, രാംകുമാർ സാറിലേക്കും രാധാകൃഷ്ണൻ മേനോനിലേക്കും ഒരിക്കൽ കൂടി ഒരു വട്ടം കൂടി ഒന്ന് പോയിട്ട് വേണം ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാൻ. ദയവായി അങ്ങ് ക്ഷമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാംകുമാർ സാർ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ചുറ്റുപാടുണ്ട് പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം. അത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. തീർച്ചയായും സുപ്രീം കോടതി വരെ അദ്ദേഹത്തിൻ്റെ നിയമയുദ്ധം പോകും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കാൻ 153A എന്ന് പറയുന്നത് എൻ്റെ ഒരു പരിമിതമായ അറിവനുസരിച്ച് ആ കേസിലൊന്നും അങ്ങനെ ശിക്ഷിക്കപ്പെട്ട ഒരു ചരിത്രം സുപ്രീം കോടതിക്ക് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ വായിച്ചതാണ്, ഐ എം നോട്ട് ഷുവർ. സുപ്രീം കോടതിയിൽ നിന്ന് അദ്ദേഹത്തിന് നീതി ലഭ്യമാക്കാൻ കഴിയില്ലേ? അല്ല, തീർച്ചയായിട്ടും ഇത് സുപ്രീം കോടതിയിൽ പോകാൻ മാത്രം നിയമപ്രശ്നങ്ങൾ ഉൾക്കൊള്ളുന്ന കേസാണ് എന്നുള്ളത് തർക്കമില്ലാത്ത വിഷയമാണ്. പിന്നെ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാട് ഇതായിക്കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന് പാകിസ്ഥാൻ സ്ഥാപക ദിനത്തിൽ പാകിസ്ഥാന് വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരാൾ ഒരു സന്ദേശം അയച്ചു. അത് സുപ്രീം കോടതി പറഞ്ഞു ഭീകര പ്രവർത്തനമല്ല, രാജ്യവിരുദ്ധ പ്രവർത്തനമല്ല, നമ്മുടെ അയൽ രാജ്യത്തേക്ക് സന്ദേശം അയച്ചതുകൊണ്ടാണ്. അയച്ച ആൾ ഒരുപാട് പാകിസ്ഥാൻ അനുകൂല പ്രവൃത്തികൾ ചെയ്തിട്ട് പോലും സുപ്രീം കോടതി ആ കാഴ്ചപ്പാടെടുത്തു. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ തത്വം ശ്രീ പി സി ജോർജിന് ബാധകമാക്കുകയാണെങ്കിൽ, ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മുഴുവൻ കേട്ടു, ചർച്ച മുഴുവൻ കേട്ടു. അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്നത് മുസ്ലിം ലീഗിനെയാണ്, മുസ്ലിങ്ങളെയല്ല. അദ്ദേഹം വിമർശിച്ചത് മുഴുവൻ മുസ്ലിം ലീഗിനെയാണ്. ലീഗ് ഇന്ത്യ വിഭജിച്ചതും അതിനെ തുടർന്നുള്ള പ്രവൃത്തികളും ലീഗ് മറ്റ് മതങ്ങളുടെ പേരിൽ കുതിര കയറുന്നതും ഒരിക്കലും ഒരു മുസ്ലിം വിരുദ്ധത അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിഴലിക്കുന്നതായിട്ട് ഞാൻ കേട്ടതിൽ ഈ കാര്യം ഹൈക്കോടതി ശരിക്കും ബോധ്യപ്പെടുത്തിയില്ലെന്ന് എനിക്കറിയില്ല. ഏതായാലും ഹൈക്കോടതി തങ്ങളുടെ മുമ്പിലുള്ള വസ്തുതകളും വിവരങ്ങളും പഠിച്ച ശേഷമാണ് ഉത്തരവുകൾ പാസ്സാക്കുക. അതിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹൈക്കോടതി തങ്ങളുടെ കടമ ശരിയായി നിർവഹിച്ചു. ഒരു പക്ഷേ സുപ്രീം കോടതി മറിച്ച് ചിന്തിക്കാൻ സാധ്യത ഉണ്ടായിരിക്കാം. അത് പരിശ്രമിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം. ശരി സാർ, ഞാൻ ബി രാധാകൃഷ്ണ മേനോനിലേക്ക് കൂടി പോയിട്ട് ഈ ചർച്ച വൈൻഡപ്പ് ചെയ്യാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബി രാധാകൃഷ്ണ മോഹനൻ, നമ്മൾ ചില സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ് പറഞ്ഞത്. ഒപ്പം തന്നെ വളരെ കൃത്യമായ ചില പകപോക്കൽ കൂടി പി സി ജോർജിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ മുനമ്പത്തുകാരുടെ കൂടെ ഷോൺ ജോർജ് നിൽക്കുന്ന, പി സി ജോർജ് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. SFIOയെ കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഷോൺ ജോർജാണ് എന്ന വലിയൊരു വിമർശനവും ആക്ഷേപം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെയൊക്കെ കുടുംബത്തിലേക്ക് വരെ SFIO കടന്നു കയറിയ ഒരു സാഹചര്യമൊക്കെയുണ്ട്. തീർച്ചയായും ഒരു പകപോക്കൽ കൂടി പി സി ജോർജിൻ്റെ വിഷയത്തിൽ ഉണ്ടായിട്ടില്ലേ? നാളെ അത് ഷോൺ ജോർജിലേക്ക് കൂടി എത്താനുള്ള സാധ്യതയില്ലേ? വളരെ പെട്ടെന്ന് മറുപടി. തീർച്ചയായിട്ടും ഇതൊരു, ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചല്ലോ, ഇത് CPM-ന്റെയും മുസ്ലിം ലീഗിന്റെയും അതേപോലെ കോൺഗ്രസിന്റെയും എല്ലാം സംയുക്തമായ ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ പിന്നിലുണ്ട്. അതിൽ ഈ അവരെല്ലാവരും ഒരുമിച്ച് പരസ്പര സഹകരണ സംഘമായിട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ദശാബ്ദങ്ങളായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിന്റെ തുടർച്ച, ആ തുടർച്ചയുടെ ഇടക്കാലത്ത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ശ്രീ പി സി ജോർജ് ഇന്ന് ചില വസ്തുതകളൊക്കെ തുറന്നു പറയുമ്പോൾ അതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം പരിശ്രമിച്ചതെന്താ? മുസ്ലിം ലീഗ് ഇന്ത്യ വിഭജന കാലം മുതൽ നാളിതുവരെയുള്ള ലീഗിന്റെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിനും ഒരു ഹിഡൻ അജണ്ടയും ആ ലീഗിനെ
ചിലപ്പോൾ തുറന്നു കാണിക്കാനും ഒക്കെ അദ്ദേഹത്തിന് കഴിയും. അപ്പൊ ആ നിലയിലെല്ലാം അവരുടെ അവസാനം അദ്ദേഹം ഈ ആ ചർച്ചയിൽ പോലും ആ ലീഗും അതേപോലെയുള്ള ചില സമാനമായ ഇതര മത സംഘടനകളുമായിട്ട് ലീഗ് ഒരുമിച്ചുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പിലെ നിലപാടിനെ കുറിച്ചൊക്കെ അദ്ദേഹം വ്യാഖ്യാനിക്കാനാണ് ചർച്ചയിൽ പോലും ശ്രമിച്ചത്. അപ്പൊ അങ്ങനെയെല്ലാമുള്ള അദ്ദേഹത്തിന്റെ സമീപനം, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ സമീപനമല്ല. ദശാബ്ദങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള സമീപനത്തിന്റെ തുടർച്ചയും അദ്ദേഹത്തിന്റെ സമീപനവും ഇന്ന് ഒന്നായി വരികയാണ്. ആ സമീപനം പക്ഷേ ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾക്ക് അത്ര ദഹിക്കുന്നില്ല. ഈ വേട്ടയാടൽ പ്രീണനത്തിനാണോ എന്ന വിഷയമാണ് ജന ഡിബേറ്റ് പരിശോധിച്ചത്. PC ജോർജ് ചെയ്ത കുറ്റം എന്താണ്, വിഷയം കത്തിച്ചു നിർത്താൻ താല്പര്യപ്പെടുന്നത് ആരൊക്കെ, വേട്ടയാടൽ വോട്ട് ബാങ്കിനായോ എന്നീ പ്രസക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ജന ഡിബേറ്റ് ഈ വിഷയത്തിൽ ചർച്ച സംഘടിപ്പിച്ചത്. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും വളരെയധികം നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.